ബാക്കി കേട്ടോളി. തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, സഹാബിയാണ്. തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹം ജനങ്ങൾക്ക് ഉപദേശം നൽകട്ടെ എന്ന് ഉമറിനോട് സമ്മതം ചോദിച്ചു. ഉമർ അനുവദിച്ചില്ല. അങ്ങനെ ഖിലാഫത്തിന്റെ അവസാനത്തിൽ ഉമർ പുറപ്പെടുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച പ്രസംഗിക്കുവാൻ അനുവാദം നൽകി. ഉസ്മാന്റെ കാലത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം പ്രസംഗിക്കുന്നതിന് അനുമതി കൊടുത്തു. ഈ കഥകൾ അധികവും വാസ്തവ വിരുദ്ധങ്ങളായിരുന്നു. അതിനാൽ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇത്തരം പ്രാസംഗികന്മാരെ ഒന്നായി പള്ളിയിൽ നിന്ന് ആട്ടി ഓടിച്ചു കളഞ്ഞു. പള്ളിയിൽ നിന്ന് കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ അനുമതി കൊടുത്തു ഉമർ ഇബ്നുൽ ഖത്താബ്. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 2 തവണ ആഴ്ചയിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ അവസരം കൊടുത്തു. എന്നിട്ട് കെട്ടുകഥ സഹാബികൾ പ്രചരിപ്പിച്ചു. അലി ഇബ്നു അബീ താലിബ് അവരെ ആട്ടി ഓടിച്ചു. ഇത് പറഞ്ഞിട്ട് ഇനിയും കേട്ടോളൂ, ലോകത്തുള്ള എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളെയും തള്ളാൻ വേണ്ടി പറയുന്ന വാചകം കേട്ടോളൂ. എന്നാൽ മൂന്നാമത്തെ ദേഹമായ കഅബുൽ അഹ്ബാറിൽ നിന്നാണ് ഇസ്രായേലി കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഹസ്രത്ത് ഇബ്നു അബ്ബാസും മുഹദ്ദിസുകളിൽ 1ാം സ്ഥാനം അർഹിക്കുന്ന ഹസ്രത്ത് അബൂ ഹുറൈറയുമാണ് കഅബിൽ നിന്ന് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തതെന്ന് വരുമ്പോൾ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ ഇബ്നു അബ്ബാസും ഹദീസ് പണ്ഡിതനായ സഹാബിയായ അബൂ ഹുറൈറയും കഅബിന്റെ റിപ്പോർട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ ഈ സഹാബികളാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് കേട്ടോളൂ. അബ്ദുല്ലാഹി ഇബ്നു സലാമിനാലും വളരെയധികം ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുവാൻ ഇടയായിട്ടുണ്ട്. സാധാരണ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ലോകോൽപത്തിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ വകയാണ്. അള്ളാഹു ഞായറാഴ്ചയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയത് എന്ന് തുടങ്ങുന്ന ഹദീസ് വളരെയേറെ തഫ്സീറുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഈ 4 പേരെ മാത്രം ഇവിടെ ഉദാഹരണത്തിന് കാണിച്ചതാണ്. സഹാബികൾ കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1959 ഒക്ടോബർ 5-ാം തീയതിയിൽ രേഖപ്പെടുത്തുന്നു. സഹാബികളെ കള്ളന്മാരാക്കി ചിത്രീകരിച്ച ഈ മുജാഹിദുകളാ പറയുന്നത് ഞങ്ങൾ ഔലിയാക്കളെ തള്ളുന്നു എന്ന് പറയുന്നത് വെറുതെ കളവാണെന്ന് പച്ചക്കള്ളം മൗലവിമാര് കുടുങ്ങിയിട്ട് പറയുകയാണ്. ഇനി അടുത്ത് വെച്ചുകൊടുത്തവന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി അവർ തള്ളുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യം കേൾപ്പിക്കുന്നു, തള്ളിയത് ഞാൻ പിന്നെ വായിക്കുന്നു. വെച്ചുകൊടുത്താരെ നിങ്ങൾ പറയുന്നില്ലേ മുജാഹിദുകൾ അതാ ശൈഖ് ജീലാനിയെ കുറ്റപ്പെടുത്തുകയാണെന്ന്? അല്ല, ഞങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല. ജീലാനിയുടെ പേരിൽ അപരാധങ്ങൾ കെട്ടിച്ചമച്ചവരെയാണ് ഈ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ കേൾക്കണോ, മുജാഹിദിന്റെ അൽമനാറാണിത്. 1980 ജൂലൈ. നിഷേധിക്കാൻ കഴിയുമോ മൗലവിമാരെ? നിങ്ങൾ എന്താണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ അൽമനാറിൽ പറഞ്ഞ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കുകയും ചെയ്യാം. കേട്ടോളൂ. ലോകത്തുള്ള സകല വിജ്ഞാനങ്ങളും കലകളും ബഗ്ദാദിലേക്ക് ഒഴുകുന്ന കാലമായിരുന്നു അത്. ഇന്ത്യയിൽ നിന്നും പല വിജ്ഞാനങ്ങളും തത്വശാസ്ത്രങ്ങളും അക്കൂട്ടത്തിൽ ഒലിച്ചു വന്നതിൽ വഹദത്തുൽ വജൂദ്, അദ്വൈതം, ഷെയ്ഖ് അബ്ദുൽ ഖാദിറിനെ വല്ലാതെ ആകർഷിച്ചു. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ. വഹദത്തുൽ വജൂദിന്റെ ചെറിയൊരു നിർവചനം മേൽക്കൊടുത്തതിൽ നിന്ന് ലഭിക്കും. ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാണ്, ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയാണ്. ഇനിയും കേട്ടോളൂ. മൗലവിമാരെ സത്യസന്ധത മനസ്സിലാക്കാൻ ആഖിറം പണയം വെക്കുന്ന മുജാഹിദേ, നീ ശരിക്കൊന്ന് ആലോചിച്ചു വെച്ചോ. മൗലവിമാരെ പിന്നെ കൂടിയാ ഞാൻ എവിടെയാ എത്തുക എന്ന് ആലോചിച്ചോ. ശരിക്ക് കേട്ടോ. ഇനി പറയുന്ന വാചകം നിങ്ങൾ അൽമനാറിൽ എന്താ പറയുന്നത് അറിയോ? അള്ള വെള്ളത്തിൽ വീണുന്നാ. വീണു എന്താ പറയുന്നത്? അള്ള വെള്ളത്തിൽ വീണു. എന്നിട്ടോ മുഹീദ്ദീൻ ശൈഖ് രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് പോലും നമ്മൾ പറയുന്നത്. പച്ചക്കള്ളം പറയാണ്. കേട്ടോളി.
ധ്യാനമൂർച്ചയിൽ ശൈഖ് പറഞ്ഞ വാക്കുകൾക്ക് പുറമെ ശിഷ്യഗണങ്ങൾ പലതും പടച്ചുവിട്ടു. അവയിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്നത് ശൈഖ് അവറുകളുടെ കുട്ടിറൂഹിനെ അല്ലാഹു ഹൗദുൽ കൗസർ കാണിച്ചു കൊടുത്തതാണ്. മറുകര കാണാൻ കഴിയാത്തത്ര വീതി, അടിയില്ല, കട്ടിയേറിയ തേനാണ് അതിലൂടെ ഒഴുകുന്നത്. കുട്ടിറൂഹ് സാസലിന് ആവശ്യപ്പെട്ടു, ഒരു കോരലെടുത്തു കൊടുത്തു, രുചി നോക്കി, അള്ളാഹുവിനെ അഭിനന്ദിച്ചുകൊണ്ട് കുറെ ഉള്ളിൽ നിന്നുള്ളൊരു സാമ്പിൾ ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് എടുത്തു കൊടുത്ത് കുട്ടിയെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അള്ളാഹു ആ നദിയിൽ വീണു. മുജാഹിദിന്റെ മുഖപത്രം എഴുതാണ്, അള്ളാഹു ആ നദിയിൽ വീണു. അടിയില്ലാത്ത നദി, തേനിന്റെ വഴുവഴുപ്പ് കാരണം വക്കിന് പിടുത്തം കിട്ടുന്നില്ല. അള്ളാഹ് തേന് പോലത്തെ ഹൗദുൽ കൗസറിൽ വീണിട്ട് വക്കിന് പിടുത്തം കിട്ടുന്നില്ല. അനശ്വരനായതുകൊണ്ട് മുങ്ങി മരിക്കാനും വയ്യ. അപ്പോഴാണ് ഈ കുട്ടിയിൽ ഞാൻ ഉൾപ്പെടുത്തിയ ശക്തിവിശേഷം ഓർമ്മ വന്നത്. ഉടനെ യാ ഗൗസുൽ അഅ്ലം മഗ്സിനി, ഏറ്റവും മഹാനായ സംരക്ഷക, എന്നെ രക്ഷിക്കൂ എന്ന അഭ്യർത്ഥന ഉണ്ടായത്. അത് അള്ളാഹുവെ കൈപിടിച്ച് ഒറ്റവരിക്ക് കരക്കേറ്റിയത്രേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വീണ്ടും ഈ മൗലൈമാര് പച്ചക്കള്ളം എഴുതുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് പ്രമാണത്തിലുള്ള തരീഖത്തും വലുതും ചെറുതുമായ 2 മൗലൂദുകളും ക്രിമിനലും സിവിലുമായ 2 റാത്തീബുകളും ഒരു മാലയും കുത്തുബിയ്യത്തും അനേകം പദ്യങ്ങളും കണക്കിലെടുക്കുകയാണെങ്കിൽ അനേകം മുറിമൊല്ലമാർക്കും നിരവധി മുസ്ലിയാ കുട്ടികൾക്കും വിവിധങ്ങളായ കൊറ്റിനും ദക്ഷിണക്കും മാർഗം വെട്ടിത്തെളിയിച്ചതിന് അറബിയുടെയും മലയാളത്തിന്റെയും സങ്കരമായ മുഹിയുദ്ദീൻ എന്ന പേരാണ് ശൈഖിന് തികച്ചും അനുയോജ്യമായി തോന്നുന്നത്. ഇങ്ങനെയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1980 ജൂലൈയിൽ എഴുതിയത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ലോകത്താർക്കെങ്കിലും തർക്കമുണ്ടോ അവിടുന്ന് വലിയാണെന്നതിൽ? ആ മഹാനെ സംബന്ധിച്ചല്ലേ യാതൊന്നു കാണുവതു നാരായണ പ്രതിമ എന്ന വിശ്വാസക്കാരനാണ് ഇവരെഴുതിയത്. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇവർ കറാമത്തിനെ നിഷേധിക്കുന്നില്ലെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇവര് മുഅ്തസിലിയാക്കളെയും കവച്ചു വെക്കുന്ന കറാമത്ത് നിഷേധികളാണ് കേട്ടോ. നമ്മളെ നാദാവത്ത് വന്ന മൗലവി സുന്നികളെ സോപ്പിടാൻ വേണ്ടി ചോദിക്കാണ്, ഞങ്ങൾ റസൂലുള്ള പറഞ്ഞ ഏത് പദവി ഔലിയാക്കൾക്ക് അംഗീകരിച്ചു കൊടുക്കാത്തത്? കാരണം എന്താ, ഈ അൽമനാറൊന്നും സാധാരണക്കാർ വായിക്കൂലല്ലോ. ഇപ്പൊ മൂപ്പര് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കബളിപ്പിക്കാൻ ഒന്ന് വെച്ചുകൊടുത്താ മോനെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പറയാണ്, ഇതാ മുജാഹിദുകൾ ഔലിയാക്കന്മാരെ എതിർക്കുന്നു. ഔലിയാക്കന്മാരുടെ പദവി അവർ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഏത് പദവിയാ ഞങ്ങൾ അംഗീകരിക്കാത്തത്? റബ്ബിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഏത് പദവിയാ ഞങ്ങൾ അംഗീകരിക്കാത്തത്? ഏത് പദവിയാ അംഗീകരിക്കാത്തത്? ഏത് പദവി അവർ അംഗീകരിച്ചത്? റബ്ബിന്റെ റസൂല് പറഞ്ഞ ഏത് പദവിയാണ് ഇവർ അംഗീകരിച്ചത്? ഇനി സഹോദരന്മാരെ, നമ്മൾ പറയാ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി. ഫർളാക്കിയ കാര്യം കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൊണ്ടും ഒരാളും എന്നിലേക്ക് അടുക്കൂല കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്ന ഖുദ്സിയായ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്താ പറയുന്നു? വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി. ഫർള് മുഴുവനും എടുക്കുകയും ഹറാമ് മുഴുവനും ഒഴിക്കുകയും ചെയ്യുന്നതിന്റെ പുറമെ സുന്നത്തായ അമലുകൾ എന്റെ അടിമ ധാരാളമായി എടുത്ത് കറാഹത്ത് ചെയ്യാതെ സുന്നത്ത് ധാരാളം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു പറയുന്നു, ഹത്താ ഉഹിബ്ബഹു, ഞാനവനെ സ്നേഹിക്കും. ഞാൻ അങ്ങനെ ഒരാളെ അങ്ങ് സ്നേഹിച്ചാൽ അതിന് ഫർള് മാത്രം പോരാ, ഹറാം ഒഴിച്ചാ പോരാ. ഫർള് മുഴുവനും എടുക്കുന്നു, ഹറാം ഒഴിക്കുന്നു, അതിന്റെ പുറമെ സുന്നത്തുകൾ മുഴുവനും എടുക്കുന്നു, കറാഹത്ത് ഒഴിക്കുന്നു. ആ നിലക്കുള്ള ജീവിതം നയിക്കുന്നവരല്ലേ മഹാന്മാരായ ഔലിയാക്കൾ. അവരെ പറ്റി പറയാണ്, അങ്ങനത്തെ ഒരു രംഗം വന്നാൽ ഹത്താ ഉഹിബ്ബ, ഞാൻ അവനെ പ്രിയം വെക്കും. ഫൈദാ അഹ്ബബ്തു, ഞാൻ അവനെ പ്രിയം വെച്ച് കഴിഞ്ഞാലോ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യബ്സുറു ബിഹി വയദഹു يبطش بها ورجله التي يمشي بها
അങ്ങനെ ഞാൻ ഒരാളെ ശരിക്കങ്ങ് സ്നേഹിച്ചാൽ അല്ലാഹു പറയാണ് അദ്ദേഹത്തിന്റെ കൈക്കും കാലിനും കാതിനും കണ്ണിലും പ്രത്യേകമായ കഴിവ് കൊടുക്കും കേട്ടോ. അദ്ദേഹത്തിന് സാധാരണ കാഴ്ചയല്ല, സാധാരണ കേൾവിയല്ല, സാധാരണ ശക്തിയല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ തള്ളൂല, ഞാൻ അപ്പ തന്നെ ഉത്തരം ചെയ്യും. അദ്ദേഹം കാവല് ചോദിച്ചാൽ കാവല് കൊടുക്കും. അല്ലാഹു പറയുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഖുദ്സിയായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദിന്റെ മൗലവി അതാ ഔലിയാക്കൾക്ക് ഇങ്ങനെ അസാധാരണമായ കാഴ്ചയുണ്ടെന്ന് അംഗീകരിക്കുമോ? അസാധാരണമായ കേൾവിയുണ്ടെന്ന് അംഗീകരിക്കുമോ? അസാധാരണ കഴിവുണ്ടെന്ന് അംഗീകരിക്കുമോ? അംഗീകരിച്ചിട്ടില്ല എന്നത് നാദാപുരത്ത പ്രസംഗത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. അതിനു മുമ്പ് നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ ഈ പറഞ്ഞ ഹദീസിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ അർത്ഥം സ്ക്രീനിലൊന്ന് കണ്ടോളൂ. ഈ പറഞ്ഞ ഹദീസിന് എന്താണ് അർത്ഥം പറയുന്നത്? ഇത്തഫഖൽ ഉലമാഉ മിമ്മൻ യതദ്ദു ബിഖൗലിഹി അന്ന ഹാദാ മജാസുൻ വകിനായത്തുൻ അൻ നുസ്റത്തിൽ അബ്ദി വതഈദി വയാനതിഹി. ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അല്ലാഹ് കാതാകുമെന്നല്ല, അല്ലാഹ് കണ്ണാകുമെന്നല്ല, മറിച്ച് ഹദീസിന്റെ അർത്ഥം അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയെ അല്ലാഹ് ശക്തിപ്പെടുത്തുമെന്നും അല്ലാഹ് പ്രത്യേക സഹായം കൊടുക്കുമെന്നുമാണ്. ഹത്താ കഅന്നഹു സുബ്ഹാനഹു, അല്ലാഹു തആല ആയതുപോലെയുണ്ട്, യുനസ്സിലു നഫ്സഹു മിൻ അബ്ദിഹി മൻസിലത്തൽ ആലാത്തില്ലതി യസ്തഈനു ബിഹാ. അതെ, അവനവന്റെ കണ്ണുകൊണ്ട് എന്തൊക്കെ നേടാൻ കഴിയുമോ, കൈകൊണ്ട് എന്ത് നേടാൻ കഴിയുമോ, ഇതുപോലെ അല്ലാഹ് മുഖേന അവർക്ക് കാണാൻ കഴിയും, അല്ലാഹ് മുഖേന കേൾക്കാൻ കഴിയും. അല്ലാഹ് മുഖേന ശക്തിയാണ് അവർക്ക്, സാധാരണ കേൾവിയും ശക്തിയുമല്ല, സാധാരണ അറിവല്ല. പിന്നെയും പറയുന്നിട്ടുള്ളൂ, വലിഹാദാ ബഖഅ ഫീ റിവായത്തിൽ ഫബീ യസ്മഉ വബീ യബ്സുറു വബീ യബ്തുസു വബീ യംശി. അതുകൊണ്ടാണ് റിപ്പോർട്ടിൽ ഞാൻ മുഖേനയാണ് അവന്റെ നടത്തം, ഞാൻ മുഖേനയാണ് അവന്റെ കാഴ്ച, ഞാൻ മുഖേനയാണ് അവന്റെ കേൾവി എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് കാണാം, അജ്അലു ലഹു ബഖാസിദഹു കഅന്നഹു യനാലു ബിസംഇഹി വബസരിഹി. സ്വന്തം കാതുകൊണ്ടും കേൾവി കൊണ്ടും കണ്ണുകൊണ്ടുമൊക്കെ എത്തിക്കുന്നത് പോലെ പടച്ചവൻ മുഖേന പ്രത്യേകമായ കാഴ്ചയും കേൾവിയും ഉദ്ദേശിക്കുന്നത് മുഴുവനും മൗലിയാക്കൾക്ക് ലഭിക്കുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നതെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ തഫ്സീറിൽ അതാ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്. 11-ാം വാല്യം 351-ാമത്തെ പേജിൽ കിതാബുർ റഖാഖ് നോക്കൂ മുതഅല്ലിമീങ്ങളെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലും പറയുന്നു, യസ്മഉൽ ഖരീബ വൽ ബഈദ് യുബ്സിറുൽ ഖരീബ വൽ ബഈദ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്, അവർക്ക് ദൂരെയുള്ളതും അടുത്തുള്ളതും ഒരുപോലെ കേൾക്കുന്നു, ദൂരെയുള്ളതും അടുത്തുള്ളതും ഒരുപോലെ കാണുന്നു, അവർക്ക് ദൂരം പ്രശ്നമല്ല. ഇമാം റാസിയും പറയുന്നു. അങ്ങനെ എല്ലാ മഹാന്മാരും ഇത് പറയുമ്പോ മൗലവി എന്താ ചോദിക്കുന്നത് കേട്ടോളൂ, ഞാൻ വെറുതെ പറയുകയല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വകദാലിക്കൽ അബ്ദു, അടിമ ശരിക്ക് താഅത്തിന്റെ മേൽ അതാ സ്ഥിരമായി നിന്ന് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് അല്ലാഹു തആല അസാധാരണമായ കാഴ്ചയും കേൾവിയും കൊടുക്കുന്നു. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങളൊക്കെയും ഇത് പറയുമ്പോ നമ്മളെ മൗലവി തന്നെ നാദാപുരത്ത് വെച്ച് തന്നെ ഇതേ പ്രസംഗത്തിൽ തന്നെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നത് എന്താണെന്നറിയോ? ഔലിയാക്കൾക്ക് അങ്ങനെ ദൂരമുള്ള കാണാനൊന്നും കഴിയൂല, പിന്നെ ദൂരമുള്ള കേൾക്കാൻ കഴിയൂല, പിന്നെ കണ്ണിന്റെ പോള അടച്ചാൽ കണ്ണിന്റെ മുന്നിലുള്ളവരെ കാണാൻ കഴിയില്ല ഔലിയാക്കൾക്ക്. മൗലവി തന്നെ പറയണേ, ഞങ്ങൾ കറാമത്ത് നിഷേധിക്കുന്നില്ല, ഔലിയാക്കളെ നിസ്സാരപ്പെടുന്നില്ല എന്ന് പറഞ്ഞ മൗലവി നാദാപുരത്ത് വെച്ച് എന്നെ കബളിപ്പിക്കാണ് ജനങ്ങൾ. അതേ സദസ്സിൽ വെച്ച് എന്താ പറയുന്നത്? കൺപോള അടച്ചാല് കണ്ണിന്റെ മറ ഉണ്ടായാൽ തന്നെ ഒന്നും കാണൂല ഔലിയാക്കള്. പിന്നെ ഔലിയാക്കള് ദൂരമുള്ള കാണല് പിന്നല്ലേ, മറേന്റെ അപ്പുറമുള്ള കാണല് പിന്നല്ലേ, കാണൂല. നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാ പോരേനാ. അതിന് മൗലവി ആയത്ത് തെളിവും പറയുന്നുണ്ട്. അതാ രസം. എന്താ ആയത്ത് തെളിവെന്നറിയോ? ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. എന്തിന്റെ തെളിവ്? ഔലിയാക്കൾക്ക് ദൂരമുള്ളത് കാണൂല എന്നുള്ളതിന്റെ തെളിവ്, കേൾക്കൂലുള്ളതിന്റെ തെളിവ്. പിന്നൊരു തെളിവെന്താണെന്നറിയോ? ഫസ്അലൂന മിൻ വറാഇ ഹിജാബ്. പിന്നൊരു തെളിവെന്താ അറിയോ? ഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന.
നിങ്ങൾ ഈ സെലഫി, ഹുസൈൻ സെലഫി എന്ന് പറയുന്ന ഈ കബളിപ്പിക്കുന്ന മൗലവി ഈ 3 ആയത്താണ് അത് അവർ നോദിയത്. ഞാൻ ചോദിക്കുന്നു, ആ ആയത്തിന്റെ തഫ്സീറിൽ പോകട്ടെ, ഏതെങ്കിലും ഒരു കിതാബിൽ മുൻഗാമികളായ ഏതെങ്കിലും ഒരു അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതൻ ഈ ആയത്ത് ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അഥവാ ദൂരെയുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും കഴിയില്ല എന്നതിന് ഈ 3 ആയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് തെളിവായി മുൻകാലത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ വല്ല കിതാബിലും പറഞ്ഞത് കാണിക്കാൻ ഹുസൈൻ സലഫിക്ക് കഴിയുമോ? ലോകത്ത് വല്ല മുജാഹിദ് മൗലവിക്കും കഴിയുമോ? ഇബ്ലീസിനെ വരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു മൗലവിയും ബാക്കി വേണ്ട. നിങ്ങൾ എല്ലാ ജിന്നിനെയും സഹായത്തിന് വിളിച്ചോ, ഇബ്ലീസിനെയും വിളിച്ചോ. ലോകത്തെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ 3 ആയത്ത് ഔലിയാക്കൾക്കുണ്ടാകുന്ന കറാമത്തിന്റെ അറിവിനെ നിഷേധിക്കുന്നതിന് തെളിവായി പറഞ്ഞിട്ടുണ്ടോ? സഹോദരന്മാരെ, എന്നിട്ട് മൂപ്പര് കുല്ലിൽ മൂമിനാത്തി എന്ന ആയത്ത് ഓതിയിട്ടാ പറയുന്നത് കണ്ണിന്റെ പോള അടച്ചാൽ തന്നെ കാണൂല എന്നുള്ളത് നമ്മളെ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചാ മനസ്സിലാവൂലേ എന്നാ മൂപ്പര് പറയുന്നു. അതൊന്ന് നിങ്ങൾ കേട്ടോളൂ. മൂപ്പരാ പറയുന്നത് ഞങ്ങൾ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തൂല, കറാമത്തിനെ ചോദ്യം ചെയ്യൂല എന്നപ്പുറത്തൊരു നാവ് കൊണ്ട് പറയുകയും ചെയ്യുന്നു. ഇത് വെച്ചുകൊടുത്താ മോനെ. അപ്പൊ ഔലിയാഇനെ സംബന്ധിച്ച് തന്നെ അള്ളാഹ് എന്താ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? കണ്ണൊന്നടച്ചാൽ മുമ്പിലുള്ളത് കാണാൻ കഴിയാത്തയാളാണ്. കണ്ണൊന്നടച്ചാൽ മുമ്പിലുള്ളത് കാണാൻ കഴിയാത്ത ബീവിയാണ്. കണ്ണൊന്നടച്ചാൽ മുമ്പിലുള്ളത് കാണാൻ കഴിയില്ല. അടച്ചാലും കാഴ്ചയുണ്ടെങ്കിൽ പിന്നെന്തിനാ കണ്ണടക്കാൻ അല്ലാഹു തആല പറഞ്ഞത്? ഇതിനധികം വിജ്ഞാനം വേണോ? ഇതിനധികം ബുദ്ധി വേണോ? നമുക്ക് ചിന്തിച്ചുകൂടെ? പറഞ്ഞു മനസ്സിലായോ? മുഅ്മിനീങ്ങളോട് അല്ലാഹ് പറഞ്ഞല്ലോ എന്ത്? അന്യവീടുകൾ കാണുമ്പോൾ കണ്ണടക്കണോന്ന്. അപ്പൊ മനസ്സിലായില്ലേ എന്ത്? മുഅ്മിനീങ്ങൾ തന്നെയല്ലേ ഔലിയാക്കൾക്ക് ശേഷം പറയുന്നുണ്ട്. അപ്പൊ കണ്ണടച്ചാ കാണൂല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ കണ്ണിന്റെ പോള പറഞ്ഞാൽ തന്നെ കാണൂല എന്നല്ലേ അതുകൊണ്ട് മനസ്സിലായി. മൂപ്പര് ഇജ്തിഹാദിയാണ്, കണ്ടുപിടിക്കാൻ ആയത്തുന്നേ. എന്താ പറഞ്ഞത്? കണ്ണിന്റെ പോള അടച്ചാ കാണൂല. പിന്നെ എങ്ങനെ മൗലവി സ്വപ്നം കാണല്? സ്വപ്നം കാണലെങ്ങനെ? കണ്ണിന്റെ പോള അടച്ചിട്ട് തന്നെയല്ലേ സ്വപ്നം കാണല്? അപ്പൊ കാഴ്ചക്ക് ഈ കണ്ണ് മാത്രമേ മാധ്യമമുള്ളൂ എന്ന് നിങ്ങൾ ഒരു സ്വപ്നം കാണാത്ത മൗലിയായിപ്പോഴല്ലേ ഹുസൈൻ സലഫിന്റെ എന്റെ മനസ്സിൽ? സ്വപ്നം കാണുന്നില്ലേ? സ്വപ്നത്തിൽ മനോരമ വായിക്കുന്നില്ലേ ചിലർ സിറാജ് വായിക്കുന്നില്ലേ കണ്ണടയും കൂടി വെക്കാതെ? സാധാരണ കണ്ണട വെക്കുന്ന സ്വപ്നത്തിൽ വായിക്കുമ്പോൾ കണ്ണട വേണ്ട. അപ്പൊ ഈ കണ്ണുകൊണ്ട് മാത്രമേ കാഴ്ചയുള്ളൂ എന്ന് മൗലവിമാർക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? മൗലവി ആ പറഞ്ഞത് സാധാരണ മനുഷ്യന്റെ സാധാരണ കാഴ്ചയെ കുറിച്ചാണ്. സാധാരണ മനുഷ്യന്റെ സാധാരണ കാഴ്ച കൊണ്ട് കണ്ണടച്ചാ കാണൂല, ശരിയാണ്. പക്ഷേ അസാധാരണ മനുഷ്യന്റെ അസാധാരണ കാഴ്ചയെ കുറിച്ചാണ് കറാമത്ത് എന്ന് പറയുന്നത്. അസാധാരണ മനുഷ്യന്റെ അസാധാരണ കാഴ്ചയാണ് കറാമത്തും മുഅ്ജിസത്തും. ഔലിയാക്കളെ നമ്മളെ പോലത്തെ സാധാരണ മനുഷ്യരല്ല. അവരെ കാഴ്ച കാണുന്ന കണ്ണിന്റെ കാഴ്ചയുമല്ല. അവരെ കാഴ്ച അസാധാരണ കാഴ്ച. അതുകൊണ്ടാ അവരെ കാഴ്ചയും കേൾവിയും ഞാൻ മുഖേനയാണ് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. മൗലവി തെറ്റിദ്ധരിപ്പിക്കുകയാണ് വിവരമില്ലാത്ത മുജാഹിദുകളെ. എന്നാ സഹോദരന്മാരെ, മുജാഹിദിന്റെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച പുസ്തകം, ഞാനിനി എന്റെ വകയെ പറഞ്ഞിട്ട് വിഷമം വേണ്ട, മുജാഹിദിന്റെ കേരള ജമിയത്തും പ്രസിദ്ധീകരിച്ച ബുക്കാണിത്. ഈ പുസ്തകത്തിൽ വെച്ച് ഞാൻ കറാമത്തിന്റെ ഭാഗം വായിക്കാം. മൗലവിമാരൊന്ന് ശ്രദ്ധിക്കട്ടെ. ഹുസൈൻ സലഫി മറുപടി പറയട്ടെ. എന്താ പറഞ്ഞത് കേട്ടോളി. ഔലിയാക്കളെ കാഴ്ച കൺപോളർച്ച കാണൂലല്ലേ? അപ്പോൾ മറണ്ടായ കാണൂലല്ലേ? ഞാൻ നിങ്ങളെ പണ്ഡിത സെക്കൻഡ് പ്രസിദ്ധീകരിച്ച അൽവിലായത്തുൽ കറാമ എന്നുള്ള പുസ്തകം വായിക്കുന്നു. അതിനെന്താ പറയുന്നത് കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. അദ്ദേഹം മദീനത്തുൽ മുനവ്വറയിൽ വെള്ളിയാഴ്ച ദിവസം ഖുതുബ ഓതുമ്പോൾ യാ സാരിയത്തൽ ജബൽ, സായാ സാരിയ അൽ ജബൽ, സാരിയത്തെ ആ പർവ്വതത്തിന്മേൽ കയറുക എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ശബ്ദം അപ്പോൾ തന്നെ സാരിയത്ത് കേട്ടു. ആ പർവ്വതത്തിൽ മറഞ്ഞിരുന്ന ശത്രുക്കളിൽ നിന്ന് തൽക്ഷണം തന്നെ അദ്ദേഹം സൂക്ഷിച്ചു, രക്ഷ പ്രാപിച്ചു. ഈ അസർ സഹീഹായ റിവായത്ത് കൊണ്ട് സുബൂത്തായിട്ടുള്ളതാണ്. ഉണ്ടായിപ്പോ പറഞ്ഞത് മദീനത്തെ മിമ്പറിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബ ഓതുമ്പോൾ നഹാവന്ത് എന്ന് പറയുന്ന 1000 കിലോമീറ്റർ അകലയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞയച്ച സൈന്യം യുദ്ധം ചെയ്യുന്നുണ്ട്.
അതിന്റെ തലവനാണ് സാരി റളിയല്ലാഹു അൻഹു. സാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ശത്രുക്കൾ പർവ്വതത്തിന്റെ മറുഭാഗത്ത് വെച്ച് വരുന്നത് മദീനത്തെ മിമ്പറിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് കാണുന്നു. ഉറക്കെ വിളിച്ചിട്ടതാ അറിയിപ്പ് നൽകുന്നു, യാ സാരി അൽ ജബൽ അൽ ജബൽ. അത് സാരി റളിയല്ലാഹു അൻഹു അവിടെ കേൾക്കുന്നു. ഓ മൗലവി, ടെലിവിഷൻ വെച്ചിട്ടല്ല, അന്ന് എലിവിഷൻ പോലും കണ്ടുപിടിക്കാത്ത കാലമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിന്റെ കാഴ്ചയാണ്, സാരി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിന്റെ കേൾവിയാണ്. ഇത് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച ബുക്കിലുള്ളതാണ്. ഔലിയാക്കളുടെ കാഴ്ചയെ നിഷേധിക്കാൻ ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്യുകയല്ലേ മൗലവിമാര് ചെയ്തത്. ഇനി മൗലവി ചെയ്ത തട്ടിപ്പ് കേൾക്കണോ നിങ്ങൾക്ക്? മൗലവി നാദാവർത്തെന്ന് പറയുന്നു, കൊല്ലിൽ മൂമിനീന എന്നല്ലേ ആയത്തിലുള്ളത്. മൂമിനീങ്ങൾ കണ്ണടക്കണം എന്നല്ലേ. മൂമിനാരാണോ അവർ തന്നെയാണ് ഔലിയാക്കള്. ഇതിനാ പറഞ്ഞ് മൗലവിക്ക് വലിയാലോ, മൗലവിക്ക് വലിയാണ് എന്ന് പറയാലോ. കാരണം മൂമിനികളും ലോക്കൽ മൂമിനികളൊക്കെ ഔലിയാക്കള്. അങ്ങനെയാണോ ഔലിയാക്കള്? ഔലിയാക്കള് ലോക്കൽ മൂമിനികളൊക്കെ ഔലിയാക്കളാണോ? സുബ്ഹാനല്ലാഹ്. മൗലവി അത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. മോമിനീങ്ങളുടെ പര്യായമാണ് അതേ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഔലിയാക്കൾ ആരാണെന്ന് പണ്ഡിതന്മാർ വിവരിച്ച സർവ്വ ഡെഫനിഷനും സർവ്വ നിർവചനവും മറികടന്നിട്ട് മോമിനീങ്ങൾ തന്നെയാണ് ഔലിയാക്കൾ എന്ന് പച്ചക്കള്ളം പറയുന്നത് കേട്ടോളൂ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് അങ്ങനെയല്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കൾ വെറും മോമിനീങ്ങൾ എന്ന് മാത്രമല്ല, ഈമാനുള്ളവരും അതേ അല്ലാഹ് കൽപ്പിച്ചതൊക്കെ എടുക്കുന്നവരും വിരോധിച്ചതൊക്കെ ഒഴിക്കുന്നവരുമായ മുത്തഖീങ്ങളാണ് ഔലിയാക്കൾ എന്ന് അല്ലാഹ് പറയുന്നു. മൗലവി പറയുന്നു മോമിനീങ്ങളൊക്കെ ഔലിയാക്കളാണ്. എന്ന് വെച്ചാവനെ കണ്ണും നടത്താൽ കാണില്ല മുഅ്മിനീങ്ങള്. മുഅ്മിനീങ്ങൾ തന്നെയല്ലേ ഔലിയാക്കൾ. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഔലിയാഉല്ലാഹി എന്ന് പറയുന്നത് മുഅ്മിനിന്റെ പര്യായം തന്നെയല്ലേ. കേട്ടില്ലേ? ഇയാൾ പറഞ്ഞു കേട്ടോ നിങ്ങൾ, മുഅ്മിനീങ്ങൾ തന്നെയല്ലേ ഔലിയാക്കള്. എന്നാൽ അതേ മൗലവി തന്നെ കേവലം മോമിനിങ്ങളല്ല ഔലിയാക്കളെന്ന് നാലാമത്ത് തന്നെ പറഞ്ഞത് ഞാൻ അയാൾക്ക് മറുപടിയായിട്ട് അയാളെ പ്രസംഗം തന്നെ വെച്ചുകൊടുക്ക്. വേറൊരു സമയത്ത് അയാൾ പറയും, നല്ലവരായി ജീവിക്കുന്ന സാലിഹീങ്ങളായ ആളുകൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ സ്നേഹിക്കുന്നു, അവർക്ക് ആദരവുകൾ നൽകുന്നു. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞുവോ അതെല്ലാം നിർവഹിക്കുകയും ഏതിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്ന് പറഞ്ഞുവോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് പുണ്യകരമായ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നോട്ട് പോവുകയും ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മഹാന്മാർ, ഇവരാണ് അല്ലാഹുവിന്റെ മിത്രങ്ങൾ, അതല്ലെങ്കിൽ വലിയുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? മുഅ്മിനീങ്ങളൊക്കെ ഔലിയാക്കളാണ്. ഇപ്പൊ പറയുന്നതോ വളരെ ഏറെ മുന്നോട്ട് പോകണം. അല്ലാഹ് കൽപ്പിച്ചതൊന്നും ഒഴിവാക്കരുത്, അല്ലാഹ് വിരോധിച്ചൊന്നും എടുക്കരുത്. അങ്ങനെ വേറെ മുന്നോട്ട് പോയ സാലിഹീങ്ങളാകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആർക്കാ ലൂസ്? ഒരേ സ്റ്റേജിലാണ് പ്രസംഗിക്കുന്നത്, ഓരോന്നിനനുസരിച്ച് പറയന്നെ. ഇനി നിങ്ങൾ കേൾക്കണം സഹോദരന്മാരെ, ഔലിയാക്കളെ സംബന്ധിച്ച് ഈ മൗലവി പറയുന്നു ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യം അല്ലാഹു അറിയിച്ചു കൊടുക്കുമെന്ന്. മുസ്ലിം ലോകം വിശ്വസിക്കുമ്പോ മൗലവി പറയുന്നു മറഞ്ഞ കാര്യം അറിയാൻ അമ്പിയാക്കൾക്കല്ലാതെ സാധ്യമല്ല. ഔലിയാക്കളെ കറാമത്ത് നിഷേധിക്കാൻ വേണ്ടി മുഅ്തസിലികൾ വാദിച്ച വാദങ്ങൾ ഈ പുത്തൻവാദികൾ വാദിക്കുന്നതാണ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഏത് സ്ഥാനമാണ് മുജാഹിദുകൾ ഔലിയാക്കൾക്ക് വകവെച്ചു കൊടുക്കാത്തത് എന്ന് മൗലവി ചോദിച്ചില്ലേ? ഞാൻ പറയുന്നു, മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു തആല ഔലിയാക്കൾക്ക് അറിയിച്ചു കൊടുക്കുമെന്ന് ഞങ്ങൾ സഹീഹുൽ ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അത് നിങ്ങൾ അംഗീകരിക്കുമോ മൗലവി? നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ ശേഷം കേൾപ്പിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് കളവ് വരണ്ട. നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിക്കുന്ന അൽ വിലായത്തു വൽ കറാമ അതിന്റെ 61ാമത്തെ പേജിൽ ജാബിരിൻ ഖാല ലമ്മാ ഹളറ ഉദുൻ ദാനി അബീ മിനൽ ലൈലി
فقال ما أراني إلا مقتولا في أول من يقتل من أصحاب النبي صلى الله عليه وسلم എന്ന ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ എഴുതിയ അർത്ഥം ഞാനൊന്ന് വായിക്കട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഉഹദ് യുദ്ധം വന്നപ്പോൾ എന്റെ ബാപ്പ രാത്രിയിൽ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്ന് ആദ്യമായി കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടു പോകുന്നവനായിട്ടല്ലാതെ എന്നെ ഞാൻ കാണുന്നില്ല. ഉഹദ് യുദ്ധം നടക്കുമ്പോ തലേന്ന് തന്നെ ബാപ്പ പറയാണ്, നാളെ സഹാബികളെ കൂട്ടത്തിൽ ആദ്യമായി കൊല്ലപ്പെടുന്ന ആള് ഞാനായിരിക്കും. ഇത് മറഞ്ഞ കാര്യമല്ലേ മൗലവി? ഇനിയും കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹം ഒഴികെ നിന്നെക്കാൾ എനിക്കധികം പ്രിയപ്പെട്ടവരായി ഞാൻ ആരെയും വിട്ടുപോകുന്നില്ല. എന്റെ പേരിൽ ഒരു കടമുണ്ട്, നീ അത് വീട്ടണം. നിന്റെ സഹോദരികളുടെ കാര്യത്തിൽ എന്റെ വസയ്യത്തിനെ നല്ല വിധത്തിൽ നീ സ്വീകരിക്കുകയും വേണം. അങ്ങനെ ഞങ്ങൾക്ക് നേരം വെളുത്തു. അപ്പോൾ ആദ്യമായി കൊല്ലപ്പെട്ട ആള് അദ്ദേഹം തന്നെയായി ഭവിച്ചു. അദ്ദേഹത്തെ മറ്റൊരു ശരീരത്തോടുകൂടി ഖബറിൽ ഞാൻ മറവ് ചെയ്തു. അപ്പൊ തലേ ദിവസം പറഞ്ഞതുപോലെ ആദ്യമായി ഷഹീദായി മരിച്ചത് അബൂ ജാബിർ റളിയല്ലാഹു അൻഹു ആണെന്ന ബുഖാരിയിലെ ഹദീസ് മൗലൈമാരെ നിങ്ങളെ പണ്ഡിത സംഘടന തന്നെ പ്രസിദ്ധീകരിച്ചല്ലോ. അപ്പം മറഞ്ഞ കാര്യം മൗലിയാക്കൾ അറിയുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിലുള്ള റിപ്പോർട്ട് ബുഖാരിയിൽ തന്നെ വന്നല്ലോ. അത് നിങ്ങൾ അംഗീകരിക്കുമോ? ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കട്ടെ. ഇതേ പുസ്തകത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ വലിയത്താണല്ലോ, നബിയല്ലല്ലോ. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ, പുരുഷന്മാരെ അല്ലാതെ നബിയായി പറഞ്ഞേച്ചിട്ടില്ല. എന്നാൽ ആ മൂസാ നബിയുടെ ഉമ്മയാകുന്ന വലിയത്തായ പെണ്ണിന്റെ കറാമത്ത് അവിടുന്ന് മറഞ്ഞ കാര്യം അറിഞ്ഞത് എന്റെ ദുർവ്യാഖ്യാനമല്ല. മുജാഹിദിന്റെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം നോക്കിയാ ഞാൻ വായിക്കുന്നത്. കേട്ടോളൂ, നബിയല്ലാത്തവർക്ക് ഗൈബിയായ കാര്യം ചിലപ്പോൾ അല്ലാഹു തആല അറിയിച്ചതായി ഖുർആനിൽ തന്നെ അവൻ പറഞ്ഞിരിക്കുന്നു. അവൻ പറയുന്നു, വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർദിഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനീ ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. മൂസാ അലൈഹിസ്സലാമിന്റെ മാതാവിന് ഇൽഹാമായോ മനാമായോ നാം ബോധനം നൽകി അവന് നീ മുല കൊടുക്കുക. അവനെക്കുറിച്ച് നീ ഭയപ്പെടുമ്പോൾ അവനെ കടലിൽ ആ വലിയ നദിയിൽ ഇടുക. നീ പേടിക്കണ്ട, നീ ദുഃഖിക്കുകയും വേണ്ട. നിശ്ചയമായും നാം അവനെ നിന്റെ അടുക്കലേക്ക് മടക്കിയെത്തിക്കുന്നതാകുന്നു, അവനെ മുർസലീങ്ങളിൽ പെട്ടവനാക്കുന്നതുമാകുന്നു. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവിന് വഹി നൽകിയ വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അവര് റസൂലല്ലെന്ന് തീർച്ച തന്നെ. നിങ്ങളെ പണ്ഡിത സംഘടന എഴുതിയതാ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു പറയുന്നു, നാം വഹി ബോധനം നൽകുന്ന പുരുഷന്മാരെ അല്ലാതെ നിനക്ക് മുമ്പ് നാം നമ്മുടെ ദിവ്യത്വം നൽകി നബിയോ റസൂലോ ആയി അയച്ചിട്ടില്ല. നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അതിനാൽ സ്ത്രീകളിൽ ആരെയും പ്രവാചകരാക്കിയിട്ടില്ലെന്ന് പൂർണ്ണമായി തെളിഞ്ഞു. അപ്പോൾ ശരിക്ക് കേൾക്കണം മുസ്ലിമീകളെ. ഇനി മൗലവിന്റെ പ്രസംഗം ഞാൻ കേൾപ്പിക്കുമ്പോ മൗലവിമാരും ഖുർആനും തമ്മിൽ ബന്ധമുണ്ടോ എന്നാ നോക്കേണ്ടത്. അപ്പോൾ പ്രവാചകന്മാരല്ലാത്തവർക്ക് തന്നെ ഗൈബിയായ കാര്യം അല്ലാഹു തആല ചിലപ്പോൾ അറിയിച്ചു കൊടുക്കാറുണ്ടെന്നുള്ളത് ഖുർആൻ കൊണ്ട് തന്നെ വെളിപ്പെട്ടു. KM മൗലവിയാണ് ഇത് എഴുതിയത്. മുജാഹിദിന്റെ പണ്ഡിത സംഘടനയാ പ്രസിദ്ധീകരിച്ചത്. ഇപ്പോഴത്തെ പുതിയ മൗലവിമാര് പഴയ അവരെ ബുക്ക് പോലും വായിച്ച് പഠിക്കുന്നില്ല. ഹുസൈൻ സലഫി തീരെ ഒരു ചുക്കും പഠിച്ചിട്ടില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, മൗലവി അതാ വ്യക്തമായി പറയുന്നു, അല്ലാഹു പൊരുത്തപ്പെട്ട പടച്ചവന്റെ ദൂതന്മാർക്കല്ലാതെ മറഞ്ഞ കാര്യം അല്ലാഹ് അറിയിക്കൂല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അതാ ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യം അറിയാൻ കഴിയില്ല എന്നതിന്, അല്ലാഹ് കഴിവ് കൊടുക്കൂല എന്നതിന് തെളിവായി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. മൗലവി പറയും, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അല്ലാഹുവാണ് അദൃശ്യം അറിയുന്നവനാണവൻ. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ, അവന്റെ അദൃശ്യത്തെ ഒരാൾക്കും അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല.
ഇല്ലാ മനിർത്തദാ മിർ റസൂലിൻ, ദൂതന്മാരിൽ നിന്ന് അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അർത്ഥം വെച്ചേട്ടങ്ങള്, ദൂതന്മാരിൽ നിന്ന് അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അപ്പൊ അള്ളാന്റെ ദൂതന്മാരുടെ അല്ല ഒറ്റപ്പെടാത്തവരുണ്ടോ? തൃപ്തിപ്പെടാത്തവരുണ്ടോ? ഇതേതാണ് ഈ മൗലവി, ഏതാണ് ഇയാളെ മതം? എന്നാൽ അപ്പോൾ ദൂതന്മാരിൽ നിന്ന് അള്ള പൊരുത്തപ്പെട്ടവർക്കല്ലാതെ അദൃശ്യകാര്യം വെളിപ്പെടുത്തി കൊടുക്കൂല എന്ന് ആയത്തോതിയിരിക്കുകയാണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് കെ മൗലവി എന്താ പറഞ്ഞത്, മുജാഹിദിന്റെ പണ്ഡിത സംഘടന എന്താ പറഞ്ഞത്, അത് നിങ്ങൾ കണ്ടോളൂ. മുജാഹിദിന്റെ അൽ വിലായത്തുൽ കറാമ എന്ന പുസ്തകത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് നേരാക്കാണ്ടായിക്കൊണ്ട സൂറത്തുൽ ജിന്നിലെ അലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. അദൃശ്യകാര്യത്തെ അറിയുന്നവൻ അല്ലാഹു ആകുന്നു. അപ്പോൾ അവന്റെ അദൃശ്യകാര്യത്തിന്മേൽ അവൻ ദൂതനായി തൃപ്തിപ്പെട്ടവരെയല്ലാതെ, അർത്ഥം വെച്ച് നോക്ക്, അവൻ ദൂതനായി തൃപ്തിപ്പെട്ടവരെ അല്ലാതെ ആരെയും അവൻ വെളിപ്പെടുത്തുകയില്ല എന്ന 25-ാം ആയത്തും പ്രവാചകന്മാരല്ലാത്തവർക്ക് ഒരു വിധത്തിലും ഗൈബിനെ അല്ലാഹു അറിയിക്കുകയില്ലെന്ന് പറയുന്നതായി ധരിക്കുന്നത് തെറ്റിദ്ധാരണയാകുന്നു. ഈ ആയത്ത് കൊണ്ട് ആ പ്രവാചകന്മാർക്കല്ലാതെ അദൃശ്യകാര്യം അറിയില്ല എന്ന് മനസ്സിലാക്കുന്നത് തെറ്റിദ്ധാരണയാണെന്ന് മുജാഹിദിന്റെ കേരളത്തിലെ സ്ഥാപക നേതാവായ KM മൗലവി മുജാഹിദിന്റെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്തു വൽ കറാമയിൽ പറയുന്നു. ഈ തെറ്റിദ്ധാരണയല്ലേ നാദാപുരത്ത് കൊണ്ടുവന്നിട്ട് ഹുസൈൻ സലഫി വിളമ്പിയത്? സഹോദരന്മാരെ, ഇവർക്ക് വിവരമില്ലാത്തതിന് നമ്മളാണോ ഉത്തരവാദികൾ? ഇവർക്ക് ആയത്തും ഹദീസും മനസ്സിലാകുന്നില്ലെങ്കിൽ മുജാഹിദിന്റെ പഴയ മൗലവിമാരെ എഴുതി വെച്ച ബുക്കെങ്കിലും ഒന്ന് വായിച്ചുകൂടെ? ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ചർച്ച നാദാപുരത്ത് വരാൻ കാരണം. അതാണ് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ ഇനി മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങൾ പറഞ്ഞതായി ഒരു പദ്യമുണ്ട്. എവിടെ? അൽ ഫുയൂദാത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന ഫിൽ മആസിരി വൽ ഔറാദിൽ ഖാദിരിയ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അതിലെന്താ ഉള്ളത്? അത് ഞാനൊന്ന് കേൾപ്പിക്കാം. അത് മൗലവിമാര് വളരെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വാചകമാണ്. അതിന്റെ 59-ാമത്തെ പേജിൽ കാണാം. كم هو نابت وعلم رمل الأرض كم هو رملتي وعلم علم الله أحصي حروفه وعلم موج البحر كم هو موجتي. ഈ പദ്യം ചൊല്ലിയിട്ട് മൗലവി നാദാപുരത്ത് നിന്ന് പ്രസംഗത്തിൽ പറയാണ്, മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതായി ഇവരിങ്ങനെയാ പറയുന്നത്. എങ്ങനെ? അഅലമു ഇൽമല്ലാഹി ഉസീ ഹുറൂഫഹു, അല്ലാഹുവിന്റെ ഇൽമു മുഴുവനും എനിക്കറിയാന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു. മൗലവിന്റെ അർത്ഥാണ്. ഞാൻ പിടിച്ചു അവിടെ. മൗലവിയോട് ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം അങ്ങനെയല്ല, നിങ്ങൾക്ക് അറബി വായിക്കാനും അറിയില്ല, അർത്ഥം പറയാനും അറിയില്ല. അഅലമു ഇൽമല്ലാഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു പഠിപ്പിക്കുന്ന അറിവ് എനിക്കറിയുമെന്നാണ്. ആ അറിവ് കൊണ്ട് ഉദ്ദേശിച്ചത് 4 കിതാബിലുള്ള അറിവാണ്, ഏടുകളിലുള്ള അറിവാണ്. അത് വിവരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് എവിടുന്ന് മനസ്സിലായി? അതിന്റെ നേരെ ഇപ്പുറത്ത് തന്നെ അത് പറയുന്നത് അള്ളാന്റെ ഇൽമു മുഴുവനും അറിയുമെന്നല്ലോ ഇൽമല്ലാഹിയുടെ അർത്ഥം. ഹാദാ കിതാബുക, ഇത് നിന്റെ കിതാബാണ്, ഇത് നിന്റെ മുഴുവൻ കിതാബാണ് എന്നതിന് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അറബി അറിയുന്ന ആർക്കും അറിയില്ലേ? അപ്പൊ ഇൽമല്ലാഹി എന്ന് പറഞ്ഞാൽ എല്ലാ ഇൽമും എന്നർത്ഥമില്ല. റൂഹുല്ലാഹി ഈസ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ എല്ലാ റൂഹുമായ ഈസ എന്നർത്ഥമില്ല. ആർക്കാണ് ഇതറിയാത്തത്? മൗലവിമാർക്ക് അറബി അറിയാത്തതിന് നമ്മൾ ഉത്തരവാദിയല്ലല്ലോ. ഹുസൈൻ സലഫിക്ക് തീരെ അറിയാത്തതും അറബിയാണല്ലോ. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അഅലമു ഇൽമല്ലാഹി, അല്ല പഠിപ്പിക്കുന്ന ഇൽമു എനിക്കറിയും. ഉസീ ഹുറൂഫഹു, അതിന്റെ അക്ഷരങ്ങൾ എനിക്ക് കറക്റ്റമായി അറിയാം. അപ്പൊ മനസ്സിലായി, കിതാബുകളിലുള്ള അറിവാണ്, അതാണല്ലോ അക്ഷരമുള്ള അറിവ്. അല്ലാതെ അല്ലാഹുവിന്റെ ഇൽമു എന്ന് പറയുന്ന സിഫത്തിന് ഒരിക്കലും തന്നെ അക്ഷരമില്ലല്ലോ. അപ്പൊ അക്ഷരമുള്ള ഇൽമാണെന്ന വാചകം തന്നെ അറിയിച്ചല്ലോ. ഇത് ഞാൻ മറുപടി പറഞ്ഞപ്പോ മൗലവി മുട്ടിയപ്പോ മൗലവി ചെയ്യുന്ന തട്ടിപ്പ് എന്താണെന്നറിയോ? മൗലവി ഇപ്പം വന്നിട്ട് പറയുന്നു, എന്താ പറയുന്നത്? അങ്ങനെയാണ് അതിന്റെ അർത്ഥമെങ്കിൽ അതിന്റെ അടുത്ത 1.5 വരി എന്താ ചെയ്യാൻ? ഒന്നും ചെയ്യാല, ഞാൻ ചെയ്തു തരാൻ എന്താ വേണ്ടത്? എന്താണ് 1.5 വരിയിൽ എന്താ ഉള്ളത്?
അടുത്ത അരവരിയിലും മുമ്പത്തെ ഒരു വരിയും അത് ഞങ്ങായി നോക്കിയിട്ടില്ല. അങ്ങായിക്ക് ഏതൊരു മൗലവി എഴുതി കൊടുത്താണ്. കടലിലുള്ള തിരമാലകൾ എത്രയുണ്ടെന്ന് എനിക്കറിയാം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി പറയുകയാണ്. ഭൂമിയിൽ എത്ര സസ്യങ്ങൾ മുളക്കുന്നു എന്ന് എനിക്കറിയാം. ഭൂമിയിൽ എത്ര മണൽത്തരിയുടെ എണ്ണമുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ മൗലവിന്റെ ചോദ്യം, ഇതൊക്കെ അക്ഷരമുള്ള അറിവാണോ? അക്ഷരമുള്ള അറിവ് മാത്രമേ അറിയൂന്നല്ലേ മുസ്ലിയാരെ നിങ്ങൾ പുതിയ വ്യാഖ്യാനം പറഞ്ഞത്? അല്ല അല്ല, മൗലവിക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് അഅലമു ഇൽമല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം കിതാബിലുള്ള അറിവാണ്. അത് കിതാബുകളിലുള്ള അക്ഷരമുള്ള അറിവാണ്. പക്ഷേ മൗലവിക്കുണ്ടോ കാര്യം മനസ്സിലാകുന്ന ബുദ്ധിയില്ലല്ലോ. സുഫഹാഉൽ അലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ബുദ്ധിയില്ലാത്തൊരു കൂട്ടര് ആഖിർ സമാനിൽ വരും എന്ന് പറഞ്ഞതിലാണല്ലോ മെമ്പറായത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരിക്കൊന്ന് മനസ്സിലാക്കൂ. ഇതിന് ഞാൻ ദുർവ്യാഖ്യാനം പുതിയത് പറഞ്ഞതല്ല. മൗലവിക്ക് ഇത് വായിക്കാൻ അറിയാത്തത് കൊണ്ടും ഇതിന്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാത്തത് കൊണ്ടുമാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അർത്ഥം കിതാബിലുള്ള അറിവാണെന്ന്, ഇൽമു ഇൽമല്ലാഹി എന്നുകൊണ്ട് ഉദ്ദേശം അതാണെന്ന് പേരോട് പറഞ്ഞതിന്റെ കാരണം ഇതേ കിതാബിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വഖഫ്തു അലൽ ഇൻജീലി ഹത്താ ശറഹ്തു വഫസ്സർതു തൗറാത്തൽ വഉസ്തൂർ ഇബ്രാനി السبعة الألواح جمعا فهمتها وبينت آيات الزبور والقرآن. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 4 കിതാബിലെ ഇൽമാണ് ഉദ്ദേശിച്ചത്. ബഹുമാനപ്പെട്ടവർ തന്നെ അതിന്റെ 53ാമത്തെ വരിയിൽ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. അക്കിതാബിൽ തന്നെ ആ പദ്യമുണ്ട്. പക്ഷേ മൗലവിമാർക്ക് വലിയ മൗലവി എഴുതി കൊടുക്കുമ്പോ അതിന്റെ അപ്പുറം കട്ടുവെച്ചത് ഹുസൈൻ സലഫി അറിഞ്ഞില്ല. അങ്ങനെ വലിയ മൗലവിയെ വിശ്വസിച്ചിട്ട് പെട്ടതാണ് മൗലവി. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ ഔലിയാക്കൾക്കറിയാമോ എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കേട്ടോളൂ. മൗലവി എന്നെ വിമർശിക്കുന്ന വാചകം അക്ഷരമുള്ള അറിവാണോ എന്നാ മൗലവിന്റെ ചോദ്യം. വെച്ചുകൊടുത്താ മോനെ. നിങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലെ അറിവിനെ സംബന്ധിച്ച് മാത്രമാണ് പറഞ്ഞത്, മറ്ററിവുകളൊന്നും അതിൽ ഉൾപ്പെടുന്നില്ല എന്നാണോ നിങ്ങളുടെ വാദമെങ്കിൽ ശേഷം പറയുന്ന 1.5 വരിയുടെ ആശയം എങ്ങനെ യോജിപ്പിക്കാനാണ്? ഈ സമുദ്രത്തിലെ, ഇവിടെ ഈ ഭൂമിയിൽ എത്രയോ സമുദ്രങ്ങളില്ലേ, ആ സമുദ്രങ്ങളിലെ മുഴുവൻ തിരമാലയും എനിക്കറിയാം. ഇത് അക്ഷരമുള്ള അറിവാണോ? അതേപോലെ തന്നെ ഈ ലോകത്ത് എത്ര കോടാനുകോടി വൃക്ഷങ്ങളില്ലേ, അതെത്രയാണെന്ന് എനിക്കറിയാം. അതേപോലെ ഈ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ അക്ഷരങ്ങളുള്ള അറിവാണോ? മൗലവിന്റെ ചോദ്യമാണ്. അതിന് അക്ഷരം വേണമെന്നുണ്ടാ? അതറിയണേ അള്ളാഹ് അറിയിച്ചു കൊടുത്താ പോരെ? അക്ഷരം വേണമെന്നുണ്ടോ? അതുപോലെ തന്നെ അത് ഇതിൽ പെടാത്തതുകൊണ്ടല്ലേ അത് വേറെ തന്നെ പറഞ്ഞത്. അത് ഈ മൗലവിക്ക് മനസ്സിലായില്ല. എന്നാൽ സഹോദരന്മാരെ, അതേ മൗലവിനെ കൊണ്ട് ഞാൻ ഏത്തടിച്ചു തരാം നിങ്ങൾക്ക്. അത് എഴുതി വെച്ച അറിവാണെന്ന് അയാളെ കൊണ്ട് എന്നെ സമ്മതിപ്പിച്ചു തരാം. ഏത്? ഈ ഭൂമിയിലുള്ള സസ്യങ്ങളുടെ എണ്ണം മുഴുവനും, തിരമാലകളുടെ എണ്ണം മുഴുവനും ഒക്കെ എഴുതി വെച്ച ഗ്രന്ഥത്തിലുള്ള അറിവാണെന്ന് മൗലവിനെ കൊണ്ട് തന്നെ ഞാൻ എഴുതിച്ചു തരാം. മൗലവി തന്നെ മറ്റൊരവസരത്തിൽ അതേ പ്രസംഗത്തിൽ തന്നെ അതങ്ങ് പറഞ്ഞുപോയി. മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്ത് അവിടെയൊക്കെയല്ലേ വെളിവാകുന്നത്. മൗലവി തന്നെ പറയുന്നു അത് ഗ്രന്ഥത്തിലുണ്ടെന്ന്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ മോനെ. ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها. ഒരില പോലും കൊഴിയുന്നില്ല ഈ ഭൂമിയില്ലതാ. കോടാനുകോടി കാടുകളില്ലേ, അത്രയും കാടുകളില്ലെന്ന് കോടാനുകോടി എത്രയോ വൃക്ഷങ്ങളില്ലേ. ഇടതൂർന്ന് വളരുന്ന വൃക്ഷങ്ങൾക്കിടയിൽ കോടാനുകോടി ചില്ലകളും മരങ്ങളും പൂവുകളും കായ്കനികളുമൊക്കെ ഇല്ലേ. അവക്കിടയില്ലെന്ന് ഒരിലയെങ്ങാനും പൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അത് റബ്ബറിഞ്ഞിട്ടല്ലാതെ അത് പൊഴിഞ്ഞു വീഴുന്നില്ല. അതുകൊണ്ടും തീർന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർദി, ഈ ഭൂമിയുടെ ഇരുളുകളിൽ എവിടെയെങ്കിലും ഒരു വിത്തുണ്ടെങ്കിൽ,
അതേപോലെ തന്നെ വലാ റത്ബിൻ വലാ യാബിസിൻ, പച്ചയായതോ ഉണങ്ങിയതോ എന്ത് തന്നെയാവട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ ഒരു രേഖയിൽ ഒരു ഗ്രന്ഥത്തിലില്ലാതെ കണ്ട് ഒന്നുമില്ലല്ലോ. ഒരു ഗ്രന്ഥത്തിലില്ലാതെ കണ്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൗലവി തന്നെ ആയത്തോട് സമ്മതിച്ചില്ലേ? ആ ഗ്രന്ഥം ഏതാണ് സഹോദരന്മാരെ? ഇവിടെ ഒരു വിഷയവും ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്തതില്ല. ആ ഗ്രന്ഥം ഏതാണ്? മൗലവിമാര് മതം പഠിക്കാത്തതിൽ ഉത്തരവാദി മുഹീദ്ദീൻ ശൈഖല്ലല്ലോ, മഹാന്മാരായ ഔലിയാക്കളല്ലല്ലോ, പണ്ഡിതന്മാരല്ലല്ലോ, സുന്നികളല്ലല്ലോ. ആ ഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. ആ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു വിഷയങ്ങളുമില്ല. ആ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കുന്നവരാണ് മുഹീദ്ദീൻ ശൈഖിനെ പോലത്തെ ഔലിയാക്കൾ. അതാണ് എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ. ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കുന്നവരാണ് അല്ലാഹുവിന്റെ മുഹീദ്ദീൻ ശൈഖിനെ പോലുള്ള ഔലിയാക്കൾ. അത് നോക്കിയാൽ ഏത് ഇലയും മനസ്സിലാകും, എത്ര സസ്യമുണ്ടെന്ന് മനസ്സിലാകും, എത്ര തിരമാലയുണ്ടെന്ന് മനസ്സിലാകും. ലോകത്തുള്ള സർവ്വകാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി വായിക്കുന്നവരാണ് ഔലിയാക്കൾ. അവരെ കണ്ണിന് അസാധാരണ കാഴ്ചയാണെന്ന് പറഞ്ഞില്ലേ? ഇനി അത് നിങ്ങൾക്ക് പണ്ഡിതന്മാർ വിവരിച്ചത് കാണണോ? ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വിവരിച്ചത് ഇഹ്യ നോക്കി വായിച്ചോളൂ സഹോദരന്മാരെ. മുഹീദ്ദീൻ ബഹുമാനപ്പെട്ട ഇമാം മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, وتجلي حقائق العلوم من مرآة اللوح من مرآة القلب يظاهر انطباع صورة من مرآة في مرآة تقابلها والحجاب بين المرآتين تارة يزال باليد وأخرى يزول بهبوب الرياح تحركه وكذلك قد تهب رياح الألطاف وتنكسف العجب عن عين القلوب فينجلي فيها بعض ما هو مستور في اللوح المفعول ويكون ذلك تارة عند المنام فيعلم به ما يكون في المستقبل وتمام ارتفاع الحجاب بالموت فيه فبه ينكشف الغطاء وينكشف أيضا في اليقظة حتى يرتفع الحجاب بلطف خفي من الله تعالى فيلمع في القلوب من وراء ستر الغيب شيء من غرائب العلم تارة كالبرق الخاطف وأخرى على التوالي إلى حد ما ودوامه في غاية النذور فلم يفارق الإلهام الاكتساب في نفس العلم ولا في محله ولا في سببه ولكن يفارقه من جهة زوال الحجاب فإن ذلك ليس باختيار العبد ولم يفارق الوحي للإلهام في شيء من ذلك بل في مساعدة الملك المفيد للعلم فإن العلم إنما يصل في قلوبنا بواسطة الملائكة وإليه الإشارة لقوله تعالى وما كان لبشر أن يكلمه الله إلا وحيا أو من وراء حجاب أو يرسل رسولا فيوحي بإذنه ما يشاء. ഇമാം ഗസാലി പറഞ്ഞ വാചകം വളരെ ചുരുക്കി പറയട്ടെ. മനുഷ്യന്റെ മനസ്സൊരു കണ്ണാടി പോലെയാണ്. ആ മനസ്സ് കിബിർ, അഹങ്കാരം, അസൂയ തുടങ്ങിയ സർവ്വരോഗങ്ങളിൽ നിന്നും ഒഴിവായി അല്ലാഹുവിനെ പൂർണ്ണമായി സമർപ്പിച്ച് അല്ലാഹുവിനെ ലയിക്കുമ്പോ ആ കണ്ണാടി തെളിയുന്നു, ആ മനസ്സ് തെളിയുന്നു. ആ കണ്ണാടിയാകുന്ന മനസ്സ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത് മറ്റൊരു കണ്ണാടി പോലുള്ള പലകയാണ്. അവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മനസ്സ് അങ്ങോട്ടങ്ങ് തിരിക്കുമ്പോ കണ്ണാടിയിൽ പതിയുന്നത് പോലെ ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരങ്ങൾ മുഴുവനും മഹാന്മാരുടെ മനസ്സിൽ പതിയുന്നു. ഖുർആൻ തെളിവുദ്ധരിച്ചുകൊണ്ട് ഇമാം ഗസാലി സമർത്ഥിക്കുകയാണ്. അത് തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ 1028 പേജിൽ അത് രേഖപ്പെടുത്തിയത് 4-ാം വാല്യത്തിലാണെങ്കിൽ മുതഅല്ലിമീങ്ങളെ, മുജാഹിദിന്റെ പ്രസംഗം കേട്ടിട്ട് തെറ്റിപ്പോകണ്ട. ഇൽമില്ലാത്ത ഉലമാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വീണ്ടും അത് വ്യക്തമായി തന്നെ 1030 പേജിലും പറയുന്നു. അതേ വതാറത്തം മിനൽ ലൗഹുൽ മഹ്ഫൂദി, ലൗഹുൽ മഹ്ഫൂദിൽ വിവരം കിട്ടും എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. മനസ്സുകൊണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ സർവ്വ വിഷയങ്ങളും കാണാൻ കഴിയും. ഔലിയാക്കളെ മർത്തബയാണ്. അത് നിഷേധിക്കുകയാണ് മൗലവിമാര്.
ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അത് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറഞ്ഞതാണെങ്കിൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ എന്താ പറഞ്ഞത്? മൗലവി പറയുന്നുണ്ട്. മൗലവി എന്താ പറയുന്നത്? മൗലവി പറയുന്നത് അങ്ങനെയൊന്നും കാണൂലാണ്. എന്നാ മൗലവി ആ വായിച്ച അഅലമു ഇൽമല്ലാഹി വായിച്ച അതേ ഗ്രന്ഥത്തിൽ തന്നെ തവർത്തൂലി അർശില്ലാഹി വല്ലൗഹി നദറതൻ ഫലാഹത്തിലിയല്ലം ലാകു വറബ്ബു സമ്മാനി. ഞാൻ അല്ലാഹുവിന്റെ അർശിലേക്കും ലൗഹുൽ മഹ്ഫൂദിലേക്കും നോക്കിയിട്ടുണ്ട്. എനിക്കതുകൊണ്ട് തന്നെ ഒരുപാട് ലോകങ്ങൾ വെളിവായിട്ടുണ്ട്. അത് അല്ലാഹു കൊടുത്ത പവറാണ് മുജാഹിദേ. എന്നാൽ മൗലവി പറയുന്നു മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ പറയൂല. മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ പറയൂല. അത് മൂപ്പരങ്ങ് തീരുമാനിക്കാൻ അവന്ന് വെച്ചുകൊടുത്തവനെ. ശൈഖ് ജീലാനി പറയുകയാണ് പോലും, വിശ്വാസികളെ, ഈമാനുള്ള മനുഷ്യന്മാരെ, ഇത് കെട്ടി നിൽക്കാൻ നമുക്ക് കഴിയുമോ? ജീലാനി അങ്ങനെ പറയില്ലെന്ന് ഉറപ്പാണ്. ശൈഖ് ജീലാനി പറയുകയാണ് പോലും, വിശ്വാസികളെ, ഈമാനുള്ള മനുഷ്യന്മാരെ, ഇത് കെട്ടി നിൽക്കാൻ നമുക്ക് കഴിയുമോ? ജീലാനി അങ്ങനെ പറയില്ലെന്ന് ഉറപ്പാണ്. മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബാണിത്. ഇതിന്റെ പേര് ഫതുഹുർ റബ്ബാനി. ഈ കിതാബിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? മൂപ്പർക്ക് ഉറപ്പാണ് പോലും. മൂപ്പർക്ക് പോയി പറയോ? മൂപ്പർക്ക് പോയി പറയോ? മൂപ്പരെങ്ങനെ ഉറപ്പിക്കല്? കുറുപ്പിന്റെ ഉറപ്പ്. എന്തുറപ്പാണത്? എന്താ മൗലവി പറയുന്നത്? മുഹീദ്ദീൻ ശൈഖ് പറയൂല എന്ന് ഉറപ്പാണ് പോൽ. മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബ് 289 പേജ് നോക്കി ഞാൻ വായിക്കട്ടെ. ഈ മൗലവിമാരെ പിന്തുടർന്ന് ഈമാൻ കളയുന്ന മുസ്ലിമീങ്ങളെ, ഉടനെ തൗബ ചെയ്ത് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്ന് ആഖിറം രക്ഷപ്പെടുത്തിക്കോ. ഔലിയാക്കളെ സാരപ്പെടുന്ന ഈ കക്ഷികൾ എന്താ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു കേട്ടോളൂ. വയത്വലിഉ അലാ ഖസാഇനിൽ അസ്റാരി. അല്ലാഹുവിന്റെ കുത്തുബുകളായ ഔലിയാക്കൾ എല്ലാ രഹസ്യങ്ങളുടെയും ഖജാനകളുടെ മേൽ വെളിവാകുന്നതാണ്. വലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിദ് ദുനിയാ. ദുനിയാവിലുള്ള ഒരൊറ്റ സംഗതിയും അവർക്ക് അറിയാത്തതില്ല. മിൻ ഖൈരിൻ, ഏത് ഖൈറും അവരറിയും. വശർരിൻ, ശർറും അവരറിയും. ഇത് പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് വീണ്ടും പറയുന്നു, വല്ലാഹി സുമ്മ വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്ന അഹ്വാലൽ ഔലിയാഇ കഅഹ്വാലിൽ അംബിയാഇ. ഔലിയാക്കളെ സ്ഥിതി അംബിയാക്കളെ സ്ഥിതി പോലെയാണ്. ലാകിൻ ലഖബുഹും ഗൈറു അൽഖാബിഹിം. സ്ഥാനപ്പേര് നബി എന്നതിന് പകരം വലിയെന്നാണെന്ന് മാത്രം. മുഹീദ്ദീൻ ശൈഖിന്റെ സ്വന്തം കിതാബ് നോക്കിയാ വായിക്കുന്നത്. പോരാ, മുഹീദ്ദീൻ ശൈഖ് പറയൂല എന്നല്ലേ മൗലവി തോന്നിവാസം പറഞ്ഞത്. എന്നാൽ ഇതേ ഫതുഹുർ റബ്ബാനിയിൽ തന്നെ 207 പേജിൽ വീണ്ടും പറയുന്നത് കേട്ടോളൂ. മഹാന്മാരെ പറ്റി അവരവരുടെ മനസ്സും മറ്റുള്ളവരുടെ മനസ്സും ഔലിയാക്കൾ അത്തരം മഹാന്മാര് കാണും. വിശദീകരിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ ഒന്നും അവർക്ക് അവ്യക്തമല്ല. നിങ്ങളെ മനസ്സിലുള്ളത് അവരെടുത്ത് പറയും. നിങ്ങളെ വീട്ടിലുള്ള രഹസ്യങ്ങളെ ഔലിയാക്കൾ കുതുബീങ്ങൾ പറയും. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 207 പേജിലും പറയുന്നു. മൗലവി പറയുന്നു മുഹീദ്ദീൻ ശൈഖ് പറയൂല എന്ന് ഉറപ്പാണ്. മൂപ്പരെ സീറ്റ് വേണമല്ലോ മുഹീദ്ദീൻ ശൈഖിന് പറയാൻ. ഇനി മുഹീദ്ദീൻ ശൈഖിന്റെ മറ്റൊരു കിതാബാണ് ഫതുഹുൽ ഗൈബ്. ആ ഫതുഹുൽ ഗൈബിൽ 178 പേജില് ബഹുമാനപ്പെട്ടവര് പറയാണ്, 98 പേജിൽ പറയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. അതേ, വകദാലികൽ മുഅ്മിനു ഇദാ ഖറബഹു അല്ലാഹു ഇലൈഹി വജ്തബഅഹു ഫതഹ ഖബാലത ഐനി ഖൽബിഹി ബാബർ റഹ്മതി വൽ മിന്നതി വൽ ഇൻആമി ഫയറാ ബിഖൽബിഹി മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബസർ. ഒരു കണ്ണുകൊണ്ടും കാണാൻ കഴിയാത്തത്, ഒരു കാതുകൊണ്ടും കേൾക്കാൻ കഴിയാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിലും ഉദിക്കാത്തത് അറിയാനും കാണാനും ഔലിയാഇന് അല്ലാഹ് അടുപ്പിച്ചിട്ടുള്ള അടുപ്പം കൊടുത്ത ഔലിയാഇന് കഴിയും. സഹോദരന്മാരെ, ഫതുഹുൽ ഗൈബിൽ ഇത് മാത്രം മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത്. എന്നൂടേകല്ലൂടേവൻ തന്റേകൽ അകുന്നേ ഞാൻ ചൊൽകിൽ അകുന്നവർ. മുഹീദ്ദീൻ ശൈഖിന്റെ സ്വന്തം കിതാബിൽ പറയാണ്, ഖാല അല്ലാഹു തആല ഫീ ബഅദി കുതുബിഹി. അല്ലാഹ് അവന്റെ ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, യബ്ന ആദം മനുഷ്യ, അനല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹില്ലാത്ത അല്ലാഹ് ഞാനാണ്. അഖൂലു ലിശൈഇൻ കുൻ ഫയകൂൻ, ഞാനൊരു സാധനത്തോട് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും.
അത്തിഅനി, നീ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കൂ മനുഷ്യ, അജ്അലുക, നിന്നെ ഞാൻ ആക്കി തരും, തഖൂലു ലിശൈഇ കുൻ ഫയകൂൻ, നീ ഒരു സാധനത്തോട് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അപ്പോഴതുണ്ടാകും. അങ്ങനത്തെ ഒരു സ്ഥാനം നിനക്ക് ഞാൻ തരുമടോ, നീ പൂർണ്ണമായി എനിക്ക് വഴിപ്പെട്ട് ജീവിക്കൂ. വഖദ് ഫഅല ദാലിക ബികസീരിൻ മിൻ അംബിയാഇ വഔലിയാഇ വഖവാസിഹി, അല്ലാഹ് അംബിയാക്കൾ ഔലിയാക്കളിൽപ്പെട്ട പലർക്കും അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഉന്നത്തിൽ പറയുന്നു, മുഹീദ്ദീൻ ശൈഖ് ജീലാനി അങ്ങനെ പറയില്ല എന്ന് ഉറപ്പാണെന്ന് മൗലവി സ്വപ്നം കണ്ടാ മതിയോ? മൗലവിമാർക്ക് ഈ അബദ്ധം പറ്റിയത് എന്താണെന്നറിയോ? മുഅ്തസിലിയായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, സമഖ്ശരി എന്നാണ് അയാളുടെ പേര്. ആ സമഖ്ശരി അദ്ദേഹത്തിന്റെ കശാഫ് എന്ന തഫ്സീറിൽ പറഞ്ഞു, ലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതളാ ബിർ റസൂലിൻ എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് അയാൾ പറഞ്ഞു, ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്നതിന് ഈ ആയത്ത് തെളിവാണെന്ന് പറഞ്ഞു. പുത്തൻവാദിയായ മുഅ്തസിലിയാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറ് കൊണ്ട് അടിച്ച കമ്പനിയില്ലേ, ഇമാമിങ്ങളെ കൊന്നവരില്ലേ, ആ മുഅ്തസിലിയാക്കളിൽപ്പെട്ടവനാണ്. ആ സമഖ്ശരി എന്ന് പറഞ്ഞപ്പോ അതിനെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്തു, അതുപോലെ ഇമാം ബൈലാവി ചോദ്യം ചെയ്തു, എല്ലാ മുഫസ്സിരീങ്ങളും ചോദ്യം ചെയ്തു. ഈ മൗലവി കിതാബ് ഓതിയിട്ടില്ലല്ലോ, വിസൈബെടുത്തങ്ങ സാർജയിലേക്ക് കടന്നതല്ലേ, അവിടെ നിന്നുണ്ടോ കിതാബ് ഓതിയിരിക്കുന്നത്, ഇവിടുന്നുണ്ടോ ഓതിയിരിക്കുന്നത്? മൗലൈമാരെ ബുക്ക് വായിച്ച് പഠിച്ചപ്പോ അബ്ദുസ്സലാം സുല്ലമി ഈ എ ക്ലാസ് മുഅ്തസിലി വിശ്വാസക്കാരനാണ്, ബുഖാരി തള്ളിയവനാണ്, മടവൂർ മുജാഹിദിന്റെ നേതാവാണ്. ആ മൗലവി കൊടുത്ത നോട്ടനുസരിച്ച് പ്രസംഗിച്ചിട്ട് അബദ്ധം പറ്റിയതാണ് കേട്ടോ. എന്നാൽ ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം. എന്താണ് ഖുർആനിൽ അല്ലാഹു തആല ചില ആയത്തുകളിലൊക്കെ പറയുന്നുണ്ടല്ലോ, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അദൃശ്യകാര്യം അല്ലാഹ് മാത്രമേ അറിയുന്നില്ലേ അതിന്റെ ബാഹ്യാർത്ഥം. ഈ ആയത്തുകളെ സംബന്ധിച്ചു അതുപോലെ നേരത്തെ പറഞ്ഞ ലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതളാ ബിർ റസൂൽ തുടങ്ങിയ ആയത്തുകളെ സംബന്ധിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. ആ വിവരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കാണാം, റാസി ഇമാമിന്റെയും ബൈലാവിയുടെയും തീബിയുടെയും ഒക്കെ ഉദ്ധരണികൾ കൊടുത്തിട്ട് അവസാനം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, അതാ وقد بين بقوله تعالى في الآية الأخرى وهي قوله تعالى فلا يظهر على غيبه أحدا إلا من ارتضى بالرسول എന്ന മൗലൈമാർ ഉദ്ധരിക്കുന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് പറയാണ്, അന്നൽ ഇത്ലാഅ അലാ ശൈഇൻ മിൻ ഹാദിഹിൽ ഉമൂരി ലാ യകൂനു ഇല്ലാ ബിതൗഫീഖ്. അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ മറഞ്ഞ കാര്യങ്ങൾ അള്ള കൊടുക്കുന്ന കഴിവ് കൊണ്ടല്ലാതെ, അള്ളാന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ അറിയൂല എന്നാണ് ആയത്തുകൾ മുഴുവനും പഠിപ്പിക്കുന്നത്. അള്ള അറിയിച്ചിട്ടാണ് അറിയുന്നത് എന്നാ പഠിപ്പിക്കുന്നത്. ഇത് തന്നെ എല്ലാ തഫ്സീറിലും കാണാം. എന്നാ സഹോദരന്മാരെ പോരാ, ബൈലാവിയിൽ കാണാം, മലക്കുകൾ മുഖേന അറിയുന്നു അമ്പിയാക്കൾ, അമ്പിയാക്കൾ മുഖേന അറിയുന്നു ഔലിയാക്കൾ. അതേ ഇമാം തീബി പറയുന്നു, അമ്പിയാക്കൾ അറിവ് പോലത്തെ പൂർണ്ണ അറിവ് അതേ ഔലിയാക്കൾക്ക് ഇല്ലെന്നാണ് ആയത്തിന്റെ ഒരു ഉദ്ദേശം. അങ്ങനെ പണ്ഡിതന്മാര് പല വ്യാഖ്യാനവും പറഞ്ഞു. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യുദ്ഹിറു അലാ ഗൈബിഹി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗൈബായ ഖിയാമത്ത് നാൾ അല്ലാഹു തആല മുർസലീങ്ങൾക്കും മലക്കുകൾക്കും മാത്രമേ അറിയിക്കൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ എല്ലാ വിവരണങ്ങളും പണ്ഡിതന്മാര് നൽകിയത് കാണാം. എന്നാൽ പോരാ, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം വരികയാണ്. ബഹുമാനപ്പെട്ടവരോടുള്ള ചോദ്യം എന്താണ്? ആയത്തുകളിലൊക്കെ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് തുടങ്ങിയ ആയത്തുകളുണ്ടല്ലോ, ആ ആയത്തിൽ ഗൈബ് അറിയൂല എന്നല്ലേ ഇത് നേരെ അർത്ഥം കിട്ടുന്നത്. എന്നാൽ ഔലിയാക്കൾ അമ്പിയാക്കൾ ഗൈബ് അറിഞ്ഞതായി ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇത് രണ്ടും കൂടി യോജിപ്പിക്കൽ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹു ആ ചോദ്യത്തിന്റെ മറുപടി പറയുന്നത് കേട്ടോ, അൽ ജവാബു മഅനാഹു ലാ യഅലമു ദാലിക ഇസ്തിഖ്ലാലൻ, സ്വന്തമായി അമ്പിയാക്കളും ഔലിയാക്കളും അറിയൂല എന്നാണ് ആയത്തിന്റെ മഅന. വഇൽമ ഇഹാതത്തിൻ ബികുല്ലിൽ മഅലൂമാതി ഇല്ലല്ലാഹ്, എല്ലാ അറിവുകളും ഖദീമായ നിലക്ക് അറിഞ്ഞിരിക്കുക എന്നത് ഹാദിസായ നബിക്കും അമ്പിയാക്കൾ ഔലിയാക്കൾക്കുണ്ടാവുകയില്ലല്ലോ. അമ്പിയാക്കൾ ഔലിയാക്കൾ അള്ള സൃഷ്ടിച്ചതാണല്ലോ, അതുപോലെ അവരെ ഇൽമും അള്ള സൃഷ്ടിച്ചു കൊടുക്കുന്നത് തന്നെ, അള്ള കൊടുക്കുന്നത് തന്നെ.
അള്ളാന്റെ അറിവ് സ്വന്തമായുള്ളതാണ്, അത് ഖദീമാണ്, അത് മറഞ്ഞ നിലക്കുള്ള അറിവും അല്ലാത്ത അറിവൊക്കെ ഖദീമ് തന്നെ. അമ്മൽ മുഅ്ജിസാത്തു വൽ കറാമാത്തു, അപ്പൊ മുഅ്ജിസത്ത് കറാമത്തിന്റെ അറിവുകളും മുഅ്ജിസത്ത് കറാമത്തും ഫഹസലത്ത് ബിഇലാബില്ലാഹി ലിൽ അംബിയായി വൽ ഔലിയായി, അത് അംബിയാക്കൾക്കും ഔലിയാക്കൾക്കും അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ടാകുന്നതാണ്. ലസ്തിഖ്ലാലൻ, സ്വന്തമായി കിട്ടുന്ന അറിവല്ല. അപ്പൊ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യം അല്ലാഹ് അറിയിക്കൂല എന്നല്ല, സ്വന്തമായി അറിയില്ലെന്നാണ്. ഇത് തന്നെയാണ് സഹോദരന്മാരെ, അതാ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പാട്ടുപാടുന്നൊരു സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ചെന്ന സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതേ റുബൈബ് ബിൻ ഗഫറായിന്റെ വീട്ടിൽ കല്യാണത്തിന് ചെന്നതാണ്. കുട്ടികൾ ദപ്പും മുട്ടിയിട്ട് അതാ ബദരീങ്ങളെ വിളിച്ച് പാടുക. അതേ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ വരവ് കണ്ടപ്പോ എന്ന് ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതവിടെ നിർത്തിയിട്ട് നേരത്തെ ചൊല്ലിയതുപോലെ ബദരീങ്ങളെ വിളിച്ചു പാടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു ഹദീസിലുണ്ട്. ഇതും മൗലവിമാർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. എന്താ ഹദീസിലുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ വരുന്നത് കണ്ടപ്പോ കുട്ടികൾ ചൊല്ലി, ഞങ്ങളിൽ ഒരു നബിയുണ്ട്, നാളെ വരുന്ന കാര്യം അറിയും. എന്താ അങ്ങനെ ചൊല്ലാൻ കാരണം? ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം അവിടെ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ, നാളെ ബദർ യുദ്ധം നടന്നാൽ അബൂജഹൽ ഇവിടെ വീട് മരിക്കും, ഇവിടെ ഉത്ബത്ത് വീഴും, ഓരോരുത്തരും മരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തതാണ്. അതനുസരിച്ച് പിറ്റേ ദിവസം വീണതാണ്. അതുകൊണ്ടാ ബദർ നിങ്ങളെ മക്കൾ ഇങ്ങനെ പാടിയത്. നാളെ വരുന്ന കാര്യം ഇന്ന് തന്നെ അറിയുന്നൊരു നബിയുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിർത്തിയിട്ട് ആദ്യത്തെ തന്നെ പാടൂ എന്ന് പറഞ്ഞല്ലോ. എന്താണ് പറഞ്ഞതിന്റെ സാരമെന്ന് ഇമാമിങ്ങൾ വിവരിക്കുന്നത്, ഇമാം തീബി വിവരിക്കുന്നു, ഇമാം അസ്ഖലാനി വിവരിക്കുന്നു, ഖസ്തലാനി വിവരിക്കുന്നു, അതേ മിർഖാത്തിന് വിവരിക്കുന്നു. എന്താ വിവരിക്കുന്ന? രണ്ട് വ്യാഖ്യാനമാണ് പണ്ഡിതന്മാർ പറയുന്നു. ഒന്ന് ഈ കളിക്കുന്ന കൂട്ടത്തിൽ നബിയുടെ പേര് പറയണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു അഭിപ്രായം. അതാണ് കാര്യം പറയുന്ന സമയത്തല്ലേ നബിന്റെ മദ്ഹ് പറയേണ്ടത് എന്ന നിലക്കാണ് എന്ന് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം എന്താണ്? നിരുപാധികം അള്ളാഹുവിനുള്ളതുപോലെ ആരും അറിയിച്ചു കൊടുക്കാതെ ഉള്ള ഒരു മറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുമെന്നൊരു തെറ്റിദ്ധാരണ വരരുതെന്ന നിലക്കാണ്. അപ്പൊ അവിടെയും പറയുന്നത് മുത്ലഖൻ നിരുപാധികം അള്ളാഹ് അറിയിച്ചു കൊടുക്കാത്ത നിലക്ക് ആ നബിക്ക് ഗൈബ് അറിയുമെന്ന വിശ്വാസം ഉണ്ടാകരുതെന്നാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അമ്പിയാക്കൾ ഔലിയാക്കൾക്കും ഗൈബ് അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്നതിൽ ലോകത്തൊരു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനും തർക്കമില്ല. അതില്ലെന്ന് പറഞ്ഞ മുഅ്തസിലിയായ സമഖ്ശരിയാണെന്ന് ഇമാം റാസി തഫ്സീറിൽ പറയുന്നു. എന്ന് മാത്രമല്ല, ഔലിയാക്കൾക്ക് ഗൈബ് അറിയില്ലെന്ന് വാദിച്ചാൽ, അവർക്ക് അല്ലാഹ് അറിയിച്ചു കൊടുക്കില്ലെന്ന് വാദിച്ചാൽ, അത് മുർസലീങ്ങൾക്ക് മാത്രമേ അറിയൂ എന്ന് വാദിച്ചാൽ അവൻ ഖുർആൻ നിഷേധിയായി തീരലായിരിക്കും അതിന്റെ ഫലമെന്ന് ഇമാം റാസി തഫ്സീറിൽ പറയുന്നു. ഈ ഖുർആൻ നിഷേധത്തിലേക്ക് ഹുസൈൻ സലഫിയെ നയിച്ചതാരാണ്? അബ്ദുസ്സലാം സുല്ലമി, ലോക മുഅ്തസിലി. ആ മുഅ്തസിലി മൗലവിയുടെ നോട്ടുകൾ എഴുതിയെടുത്തിട്ട് പ്രസംഗിക്കലാണ് ഹുസൈൻ സലഫിന്റെ പണി. അതുകൊണ്ടായി അബദ്ധം പറ്റിയത്. അവർ കേൾപ്പിച്ചു കൊടുത്താ മോനെ. ഹുസൈൻ സലഫി അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട്. അബ്ദുസ്സലാം സുലമി എഴുതി വെച്ചിരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം പൂർണ്ണമായി വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലെ വിഷയക്രമത്തിൽ അദ്ദേഹം എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കാറുണ്ട്. അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അബ്ദുസ്സലാം സുലമി എഴുതിയതും അദ്ദേഹം പ്രസംഗിക്കുന്നതും ഒരേ നോട്ട്സ്, ഒരേ പുസ്തകം, ഒരേ ക്രമം. അതിലെ വിഷയക്രമത്തിൽ ഓരോ സംഗതികളും അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുസ്സലാം സുലമിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ അത്ര സ്ഫുടമായി സംസാരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല.
മനസ്സിലായില്ലേ? അപ്പൊ ഈ അബ്ദുസ്സലാം സുലമിന്റെ നോട്ട് നോക്കിയിട്ട് വായിക്കുന്ന ആളെ നാദാപുരത്ത് സെലഫി. ഈ നോട്ട് നോക്കി വായിച്ചാലുണ്ടോ മതം മനസ്സിലാക്കാൻ കഴിയും? കാരണം മുഅ്തസിലിയായ മൗലവി എഴുതി കൊടുക്കുന്നതാണ്. മുഅ്തസിലിയായ മൗലവി ഞാൻ പറയല്ല, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അയാളെ ക്ലാസ് കേട്ടോളി, അയാൾ എന്നത് പറയുന്നത് കേട്ടോളി. അയാൾ ക്ലാസ് മറ്റേ മൗലവിക്ക് കിട്ടിയ ക്ലാസ്സും കൂടി കേട്ടോളി. ബാസ മൗലവി എന്നെ പറയട്ടെ എന്ന് വെച്ചാട്ടെ മോനെ. പിന്നെ അള്ള സൂറത്തിൽ ജിന്നിൽ അള്ള പറഞ്ഞ്, ജിന്ന് 26 പറഞ്ഞു ആലിമുൽ ഗൈബി ഫലാ യുളിഹു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. അതായത് അദൃശ്യകാര്യം ആർക്ക് മാത്രമേ അറിയാൻ പൈതുള്ളൂ? നബിമാർക്ക് മാത്രം. നബിമാർക്ക് മാത്രം. മിർ റസൂലിന്റെ അർത്ഥം വെച്ചാൽ റസൂലിന്റെ അർത്ഥം നബീന, അതെന്നാണ് റസൂൽ എന്ന് പറഞ്ഞാൽ അർത്ഥം നബി എന്നല്ല. അതുകൊണ്ട് തന്നെ ഈ റസൂൽ എന്നതിന് ബൈറാവി ഇമാം അർത്ഥം വെച്ചെന്തറിയോ? മലക്കുകളാ ഉദ്ദേശം എന്നാ. ഇയാൾ നബീന്ന് അർത്ഥം വെച്ചാൽ മലക്കുകൾ വരുമോ? മലക്കുകളത്തിൽ നബി ഉണ്ടാ? റസൂലുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ഇപ്പൊ റസൂൽ എന്ന വാക്കിന് നബീന്ന് അർത്ഥം വെക്കുന്ന ഈ മൗലവി, ഈ മുഅ്തസിലി മൗലവി, അയാളെ ക്ലാസ് കേട്ട് പറ്റിയതാണ് ഈ ഹുസൈൻ സലഫിക്കും എല്ലാ മൗലവിമാർക്കും. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാൾ ആരാന്നറിയോ? ഇയാൾ പറഞ്ഞു ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ 60 ഹദീസ് ലൈഫാണ് എന്ന്. ആര്? ഈ മുഅ്തസിലി മൗലവി. 60 ഹദീസ്. ഓ മാശക്ക ഫീ ഫദ്ലിൽ ബുഖാരി മുസ്ലിമു. ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു അതാ ബുഖാരി ഖത്തം തീർക്കുന്ന ഒരു മൗലിദ് ഓതി റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തുകൊണ്ടുള്ള മൗലിദ്. ആ മൗലിദിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാചകമാണ് ഞാൻ ചൊല്ലിയത്. മാശക്ക ഫീ ഫദ്ലിൽ ബുഖാരി മുസ്ലിമു. ബുഖാരിയുടെ ബഹുമാനത്തിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. എന്നാൽ ഈ അബ്ദുസ്സലാം സുലമി പറയുന്നത് എന്താണെന്നറിയോ? 60 ഹദീസ് ബുഖാരിയിലെ ഞാൻ ലൈഫാക്കി. ആരാ പറയുന്നത്? ധൈര്യത്തോടെ പറയാ, ഞാൻ ലൈഫാക്കി. അതുകൊണ്ട് കൂട്ടരെ മുജാഹിദിയൊക്കെ എന്ത് ദോഷ പറ്റിയത്? ഇങ്ങനെ 60 ഹദീസ് ബുഖാരിയിലെ ഞാൻ ലൈഫാക്കിയോണ്ട് മുജാഹിദിയൊക്കെ എന്ത് വിഷമാ പറ്റിയത്? കേട്ടോ നിങ്ങൾ, അയാൾ എന്നെ പറയുന്നത്. ആരാണ് ഈ മുഅ്തസിലി മൗലവി എന്ന് മനസ്സിലാണല്ലോ മുസ്ലിം അങ്ങക്ക്. ഇതെന്നാ പറഞ്ഞത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിന് പറയലാതെ കൂട്ടരെ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? കണ്ടോ? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദിയൊക്കെ എന്താ നഷ്ടം വന്നത്? സഹീഹുൽ ബുഖാരിയിലെ 60 ഹദീസാ ലൈഫാന്ന് പറഞ്ഞത്. ലോകത്തുള്ള ഒരൊറ്റ മുസ്ലിം പണ്ഡിതൻ എന്ന് പറയാത്ത ആശയം ഈ മൗലവിന്റെ ക്ലാസ് കേട്ടിട്ടാ ബാക്കിയുള്ള മൗലവിമാരൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഹുസൈൻ സലഫി പ്രത്യേകിച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ നിങ്ങൾക്ക് തോന്നൂ ഇയാള് മടവൂർ മുജാഹിദിന്റെ നേതാവാണല്ലോ. ഇപ്പോ പണ്ടവരെ പണ്ഡിത സംഘടനയുടെ വൈസ് പ്രസിഡന്റാ. അന്ന് ഇയാൾ കട്ട കളവൊക്കെ നമ്മൾ പറയലുണ്ടേനും. നമ്മൾ പറയേണ്ടിയില്ല, മറ്റേ മൗലവിമാരെന്നെ പറയുന്നുണ്ട് പഴയ കളവൊക്കെ. എന്നാൽ ഇയാൾ 6 കൊല്ലത്തെ ശിഷ്യനായ സക്കരിയ സലാഹി പറയുന്നത് 60 ഹദീസ് ലൈഫാക്കി കളഞ്ഞാല് സുല്ലമി. പക്ഷേ മൂപ്പര് പറയുന്നത് അത്ര പറ്റൂലൈനു. ഇങ്ങനെ ബാപ്പ പറഞ്ഞിരുന്നു. പണ്ട് എന്റെ ബാപ്പ പറഞ്ഞൊരു ചരിത്രമുണ്ട്. വെച്ചാല് ഒരു ആലി എന്ന് പറഞ്ഞൊരു ജ്യേഷ്ഠനുണ്ടായി. അനുജം പോയിട്ട് 16 കൊത്തങ്ങ് കൊത്തി. ആരെ? ജ്യേഷ്ഠനെ. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാന് ജ്യേഷ്ഠൻ ആലീനെ കൊത്തിയിട്ട് വരികയാണ് തന്നെ. എങ്ങനെയുണ്ട് മോനെ കൊത്തു ചോദിച്ചു. 16 കൊത്തിയവന്. അത്ര വേണ്ടായിരുന്നു തന്നെ. ആര്? ഉമ്മയി. അപ്പൊ എന്താണ് ഈ ആലി അത്രയും വലിയ അക്രമം ചെയ്തതിന് ഉമ്മാനോട്? എന്നാലും 16 വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ മാതിരി നമ്മളെ സക്കരിയ സലാഹി പറയുന്നറിയോ? ബുഖാരിയുടെ 2 ചട്ടക്കുള്ളിലുള്ളത് മുഴുവനും ശരിയാണ്, നീ അങ്ങക്കും ബാധയില്ല. പക്ഷെ 60 ലൈഫാക്കണ്ടില്ല. അതിനൂന്ന് അതെന്ന് വെച്ചാട്ടെ. സർവ്വ മുജാഹിദും ബുഖാരി അല്ലേ വരാ? വെക്ക്. സഹീഹുൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഒന്നൂര് സഹീഹുൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. അപ്പൊ ബുഖാരി തള്ളി ആ 2 ചട്ടക്കുള്ളതെല്ലാം ശരിയാണെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ഈ വയസ്സൻ മൗലവിന്റെ ആശയം എന്താണെന്നറിയോ? ആയിഷ ബീബി ചാടിപ്പോയി എന്നാ പറഞ്ഞത്. എങ്ങനെ? ഒരു യുദ്ധത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ വിസർജനത്തിന് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി വാഹനം എടുത്തു ഒരു സംഭവമുണ്ട്. അതിനെപ്പറ്റി മൗലവി എന്താ പറഞ്ഞോ? ആയിഷ ബീവി ചാടിപ്പോയത് മുഹമ്മദ് നബിക്ക് അറിഞ്ഞില്ല. മുഹമ്മദ് ഹാ മൊയ്യാൻ കൂടി അറിയില്ല. എന്റെ ഹാ എന്നാ പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളി. ആയിഷ ബീവി ചാടിപ്പോയി എന്നാ. നമ്മുടെ നാട്ടിലൊക്കെ ചില പെൺകുട്ടികൾ ചാടിപ്പോലുണ്ടല്ലോ. അതുപോലെ ആയിഷ ബീവിനെ പറ്റി പറഞ്ഞത് കേട്ടോളി. മുഹമ്മദ് നബിക്ക് ആയിഷ ബീവി ചാടിപ്പോയതാക്കില്ല.
മുഹമ്മദ് നബിക്ക് ആയിഷാ ബീവി ചാടിപ്പോയതറിയില്ല. മുഹമ്മദ് നബിക്ക് ആയിഷാ ബീവി ചാടിപ്പോയതറിയില്ല. മുഹമ്മദ് നബിക്ക് ആയിഷാ ബീവി ചാടിപ്പോയതറിഞ്ഞില്ല. നബിക്ക് വിവരമില്ല എന്ന് പറയാൻ വേണ്ടി പറയാണിത്. നബി ഒന്നും അറിയില്ല എന്ന് പറയാം. മുഹമ്മദ് നബിക്ക് ഞങ്ങളെ നബിന്റെ പേര് അങ്ങനെയല്ല. മുഹമ്മദ് അതിനും സുന്നി മദ്രസയെ പഠിക്കണോ, പഠിപ്പിക്കുകയും വേണോ, എന്നാലേ അറബി പഠിക്കുള്ളൂ. ഇത് പാഠം 5 ഉളു മലയാളത്തിലല്ലേ ബുക്ക് തീർത്തു. പിന്നെണ്ടോ മുഹമ്മദ് എന്ന് പറഞ്ഞ് പഠിക്കുന്നു. വയസ്സത്തിരിയായി എന്നിട്ടും പഠിച്ചിട്ടില്ല എന്ന് പറയാൻ. ഇനി സഹോദരന്മാരെ, ഇനി രണ്ടാമതായി പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കണം, ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യം അറിയൂല എന്നുള്ളതിനല്ലേ മൗലവി ആയത്തോതിയത്. എന്നാൽ ശൈത്താൻ മറഞ്ഞ കാര്യം അറിയുമെന്ന് ഇതേ മൗലവിമാര് പറയുന്നു. ഔലിയാക്കൾ മുഹീദ്ദീൻ ശൈഖ് മറഞ്ഞ കാര്യം അറിയൂല, എന്നാൽ ശൈത്താന് മറഞ്ഞ കാര്യം അറിയുമെന്ന് മുജാഹിദ് മൗലവിമാര് പറയുന്നു. അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമോനെ. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കരീനറിയാം. നമ്മുടെ കരീന് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. എന്ന് മാത്രം നമ്മുടെ വീട്ടിലെ അവസ്ഥകളും അറിയാം. എന്ന് മാത്രമല്ല, ആ സമയത്ത് എന്താ വീട്ടിൽ നടക്കണം എന്നുള്ള കാര്യം വരെയും അന്വേഷിച്ചിട്ട് അറിയാൻ ഈ കരീന് സാധിക്കും. അപ്പോ ഈ കരീൻ എന്ത് ചെയ്യുന്നു? ഈ സാഹിറിന്റെ സേവകരായ ജിന്നുകൾക്ക് ഇൻഫർമേഷൻ ഇങ്ങനെ മാറ്റി അപ്പൊ കൊടുക്കുകയാണ്. അത് ഈ സാഹിറിന്റെ ചെവിയിൽ കോഴി കുറുകുന്ന പോലെ കുറുകി കൊടുക്കും. എനിക്ക് കേൾക്കണോ? കൽക്കത്തയിലെ വിവരം ഇവിടുന്ന് പറയുന്ന ശൈത്താൻ. കരീന് തന്നെ ശൈത്താനാ. അതൊന്ന് വെച്ചു കൊടുത്തേ. കൽക്കത്തയിലെ വിവരം ചില നമ്മള് പിന്നെ പുനർജന്മം എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ഇങ്ങനെ കൽക്കട്ടയിലുള്ള കാര്യങ്ങൾ പറയും, അവിടുത്തെ വീട്ടിലെ ആളുകളുടെ കാര്യം പറയും. എന്നിട്ട് പരീക്ഷിക്കാൻ വേണ്ടി കൽക്കട്ട ചെന്നപ്പോൾ അവരെ തിരിച്ചറിഞ്ഞു. ഇതൊക്കെ വാസ്തവത്തിൽ ആ മരിച്ച വ്യക്തിയിലുള്ള കരീൻ അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട ജിന്ന് ഈ പെൺകുട്ടിയിൽ പ്രവേശിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കൽക്കത്തയിലെ വിവരം പറയുവാര് മരിച്ച വ്യക്തിയിലുള്ള ജിന്നെ. ആരാ പറയുന്നത്? മുജാഹിദിന്റെ നേതാക്കളാ പറയുന്നത്. ഇത് കേട്ടപ്പോ നമ്മളെ വയസ്സം മൗലവിയില്ലേ, അയാൾ ചോദിക്കുന്നത്, ഇങ്ങനെയായാൽ നമ്മളെ തൗഹീദ് എവിടെ? ഈസാ നബി അലൈഹി ഇസ്ലാം നിങ്ങളെ വീട്ടിലുള്ള ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു, വിജയത്തുണ്ട്. എന്നാ പിന്നെ ഈസാ ഞങ്ങളും പറഞ്ഞുതരാന്ന് പറയൂലേ ചെയ്താന്റെ ആൾക്കാർ? കരീനെ പറഞ്ഞാച്ചാ പോരെ? വയസ്സം മൗലവിന്റെ ചോദ്യം ഒന്ന് വെച്ചോട്ടോ. അവനെ ജിന്നിനെ കരീനെ വിട്ടിട്ട് വീട്ടിൽ തൊട്ട് അറിയുള്ളൂ. എന്നാ കൂട്ടെ ഈസാ നബിനോട് പറ, ഈസാ എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് ഞങ്ങൾ പറഞ്ഞു തരണോ? ഈസാ നബിക്ക് ഒരാളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് അറിയണമെങ്കിൽ അള്ള ഉദ്ദേശിക്കും വഹി അറിയിക്കണം, അല്ലെങ്കിൽ ഈസാ നബിക്ക് അറിയില്ല. ജിന്ന് പൂജകന്മാർക്കോ ഒരു പ്രശ്നവുമില്ല. ഒരു ഉദ്ദേശിക്കുമ്പോൾ ജിന്നിൽ അങ്ങനെ വിട്ടാൽ മതി ഇല്ലേ? എവിടെ കൂട്ടരങ്ങളെ തൗഹീദ്? മറ്റേ മുജാഹിദിനോട് ചോദിക്കുന്നു, എവിടെ കൂട്ടരങ്ങളെ തൗഹീദ്? പിന്നെ ചങ്ങാതി പറഞ്ഞേട്ടോ, ഈസാ നബി അലൈഹി ഇസ്ലാം മറിഞ്ഞ കാര്യം അറിയൂന്ന് ഖുർആനിലുണ്ടല്ലോ. അത് അള്ള ഉദ്ദേശിക്കും അറിയും. ഈ മൗലവി അള്ള ഉദ്ദേശിക്കാണ്ട് അറിയോ? സാധാരണക്കാരി അറിയോ? അള്ള ഉദ്ദേശിക്കാതെ ഇവിടെ എന്തെങ്കിലും അറിയോ മൗലവി? അത് മറിഞ്ഞ കാര്യം മാത്ര. അള്ള ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു ചെറുവിരൽ അനങ്ങോ? അള്ള ഉദ്ദേശിക്കാതെ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഉദ്ദേശിക്കോ? അവിടെ മറിഞ്ഞ കാര്യം അറിയോ, അല്ലാത്ത കാര്യം അറിയോ? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഖുർആനിൽ അല്ലാഹ് എന്താ പറഞ്ഞത്? വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്. നിങ്ങൾ എന്തുദ്ദേശിക്കണമെങ്കിലും അള്ള ഉദ്ദേശിച്ചിട്ടാണ്. അവിടെ മറിഞ്ഞ കാര്യം മാത്രം അള്ള ഉദ്ദേശിച്ചിട്ടു, ബാക്കിയുള്ള അള്ള ഉദ്ദേശിക്കാതെ മൂപ്പരെ ഉദ്ദേശിച്ചിട്ടാ? അള്ള ഉദ്ദേശിക്കാതെ ഇവിടെ എന്തെങ്കിലും നടക്കുമോ? ഈ മൗലവിന്റെ വിവരക്കേട്. ഇനി സഹോദരന്മാരെ, ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളെ മറ്റേ മൗലവി ചോദിച്ചു, നിങ്ങൾക്ക് ജിന്നെവിടെ മൗലവി? ഒരു വെച്ചോട്ടവനെ പറയടോ ജിന്നെവിടെ? കുട്ടികളെ കാസറ്റുമായി ഊരി നണ്ടുന്നവരെ പറയും, നിങ്ങൾ എവിടെ നിങ്ങൾക്ക് ജിന്ന്? എവിടെ കൂട്ടരങ്ങളെ തൗഹീദ്? പറയടോ ജിന്നെവിടെ? കുട്ടികളെ കാസറ്റുമായി ഊരി നണ്ടുന്നവരെ പറയും, നിങ്ങൾ എവിടെ നിങ്ങൾക്ക് ജിന്ന്? എവിടെ കൂട്ടരങ്ങളെ തൗഹീദ്? പറയടോ ജിന്നെവിടെ? ഇത് പറഞ്ഞപ്പോ ഈ വയസ്സം മൗലവി പറഞ്ഞു, ഹദീസിലൊക്കെ പല സ്ഥലത്തും ശൈത്താൻ എന്ന് കാണുന്നുണ്ടല്ലോ, അതൊക്കെ വൈറസ് ആണ്, അല്ലെങ്കിൽ ബാക്ടീരിയ ആണ്, അല്ലെ ഫംഗസ് ആണ് എന്ന് പറഞ്ഞു. മൗലവി മുജാഹിദ് മറുപടി വരും. എന്താ മറുപടി വരോ? മൗലവി വൈറസ് ഉണ്ടോ റസൂലുള്ളാഹിന്റെ കാലത്ത്? പിന്നെ റസൂലുള്ളാഹിന്റെ കാലത്ത് വൈറസ് ഇല്ലേ? അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നല്ലാതെ വൈറസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതൊന്ന് കേട്ടുള്ളൂ. അയാളൊരു ഡോക്ടർ മൗലവി എന്ന് വെച്ചോട്ടാ മോനെ, റസൂലുള്ളാഹിന്റെ കാലത്ത് വൈറസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് മുഹമ്മദ് നബി വൈറസിനെ പറ്റി പറഞ്ഞ മുഹമ്മദ് നബിന്റെ കാലത്ത് വൈറസ് ഉണ്ടോ? സുന്നബി ഒന്നുകൂടി
അത് 2001 ഉണ്ടായതാ. ഈ വൈറസ് തീർത്ത് 2001 ഈ മൗലവി ജനിച്ചാ വൈറസ് ഉണ്ടായത്. ഈ എന്താണ് ഒരു ചുക്കും മനസ്സിലാക്കാൻ കഴിയാതെ, ദുന്യാവ് അറിഞ്ഞൂടാ, ആഖിറ അറിഞ്ഞൂടാ, ഖുർആൻ അറിഞ്ഞൂടാ, ഹദീസ് അറിഞ്ഞൂടാ, ഒരു വിഷയം അറിയാതെ ഇമാമിങ്ങളെയും തള്ളിയിട്ട് മതം പറയാൻ പോയി. മൂപ്പര് പിന്നെ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ഫസ്അലുഹുന്ന വറാഇ ഹിജാബ്, മറയന്റെ പിന്നിൽ നിന്ന് സംസാരിക്കണമെന്ന്. അപ്പൊ ഖുർആൻ പറഞ്ഞില്ലേ മോമിനീങ്ങൾക്ക് മറയന്റെ അപ്പുറമുള്ള കാണാൻ കഴിയൂലാന്ന്. ഔലിയാക്കൾ തന്നെ മോമിനീങ്ങൾ എന്നല്ലേ? അപ്പൊ മറയന്റെ അപ്പുറത്തുള്ള കർട്ടന്റെ അപ്പുറം കാണാൻ കഴിയാത്തവരെന്ന് വെച്ചാൽ ഔലിയാക്കളും അല്ല കർട്ടന്റെ അപ്പുറം കാണാത്തവരും. ഊപര് പറയും കർട്ടന്റെ അപ്പുറം കാണാത്തവരാണ് ഔലിയാക്കളും. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപം. എന്നാൽ ലോകത്ത് ഏറ്റവും വലിയ മൂമിൻ ആരാ? ഒന്നാമത്തെ മൂമിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ ഒന്നാമത്തെ വിശ്വാസി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് അബൂജഹലും കൂട്ടരും വന്നിട്ട് ഇസ്രായേലിന് പോയോ മുഹമ്മദ് അലി ബൈത്തുൽ മുഖദ്ദസ് പോയോ പോയി. എന്നാൽ അതിനെത്ര ഡോറുണ്ട്, അതിനെത്ര പടിയുണ്ട് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സ മക്കയിൽ ഇരുന്നിട്ട് നോക്കിയെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കിയിട്ട് അതിന്റെ എണ്ണ അങ്ങ് പറഞ്ഞു കൊടുക്കാണ്. രാത്രി പോയപ്പോണ്ടോ എണ്ണി വെച്ചിരിക്കുന്നു, അവിടെ ഇരുന്ന് നോക്കിയിട്ടങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് പറയുന്നു, ഇന്നി ലാ യഖ്ഫാ അലയ്യ സലാത്തുകും വലാ ഖുശൂഉകും. ഓ ജനങ്ങളെ, നിങ്ങൾ പിന്നിൽ വെച്ചല്ലേ നിസ്കരിക്കുന്നത്, നിങ്ങളെ നിസ്കാരം ഞാൻ കാണുന്നുണ്ട്. വലാ ഖുശൂഉകും, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭയഭക്തി ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഞാൻ കാണുന്നുണ്ട്. സഹാബത്ത് കുപ്പായ ഇടാതെ മുണ്ടുടുക്കാതെയാണോ നിസ്കരിച്ചത്? സഹോദരന്മാരെ, സഹാബികളെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എല്ലാ കുപ്പായവും ധരിച്ചിട്ട് നെഞ്ഞത്തുള്ളതല്ല മനസ്സിന്റെ ഉള്ളിലുള്ളത് ഞാൻ കാണുന്നു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ മൗലവിന്റെ ന്യായീകരണം കേൾക്കാനോ? ഔലിയാക്കൾക്ക് വീരില്ലാന്ന് വരുത്തി. മഹാന്മാരായ ഔലിയാക്കളല്ലേ കർത്തൻ ഈ പുറത്ത് നിൽക്കുന്നത്, അപ്പുറത്തും അവര് തന്നെയല്ലേ. ഈ രണ്ടു കൂട്ടർക്കും കാഴ്ചക്ക് തടസ്സം ഒരു കർത്തനല്ലേ, ഒരു വിരിയല്ലേ, ഒരു ഹിജാബല്ലേ. ഒരു ഹിജാബ് ഇടക്ക് വന്നാൽ, ഒരു കർട്ടൻ ഇടക്ക് വന്നാൽ, ഒരു മറ ഇടക്ക് വന്നാൽ അപ്പുറത്തുള്ളത് കാണില്ലെന്നല്ലേ ഔലിയാക്കളെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഒരു കർട്ടം വന്നാൽ അപ്പുറത്ത് കാണാത്തവരാണ് ഔലിയാക്കൾ എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നത്. എവിടെ അങ്ങനെ ഒരായത്തുള്ളൂ? ഇവിടെ അങ്ങനെ ഒരു ഹദീസുള്ളത്? കർട്ടം വന്നാൽ അപ്പുറത്ത് കാണാത്തവരാണ് ഔലിയാക്കൾ. ഇപ്പൊ രാജ്യം എന്താ പറഞ്ഞേ? മുജാഹിദീകൾ ഔലിയാക്കളെ തള്ളുന്നില്ലട്ടോ, ഔലിയാക്കളെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലട്ടോ. ഇനി അതേ മൗലവി പറയുന്നു വേറൊന്ന്. മൗലവിന്റെ നല്ല രസായി മൗലവി പറയുന്നു, മൂസാ നബി അലൈഹി സ്വലാമും ഖദർ അലൈഹി സ്വലാമും കൂടി യാത്ര ചെയ്യും. എന്നിട്ട് ഖദർ അലൈഹി സ്വലാം ഒരു കുട്ടീനെ കൊന്നു. ആ കുട്ടീന്റെ മനസ്സിൽ കുഫറാണ് എന്നുള്ളത് ഖദർ അലൈഹി സ്വലാം ഇങ്ങനെ കണ്ടു. അങ്ങനെ കഫന്റെ പുറങ്ങൾ കാണുക, മനസ്സിൽ കുഫറാണ് എന്നുള്ളത് കണ്ട് ഇത് കൊന്നു. പിന്നെ പിന്നിലെങ്ങാനുമുള്ള കപ്പലിന്റെ എത്രയോ അപ്പുറത്തുള്ള രാജാവ് വന്നിട്ട് കപ്പൽ പിടിച്ചെടുത്താലും എന്നുള്ളത് ഖദർ അലൈഹി സ്വലാം കണ്ടു. എന്നിട്ട് കപ്പലിന് കേടുവെത്തി. എന്തിന്? ഈ രാജാവ് പിടിക്കാതിരിക്കാനേ. ഖുർആനിലുള്ള സംഭവമാണ്. പിന്നെ യതീം കുട്ടികളെ മതിൽ, അതിന്റെ ഉള്ളിൽ നിധിയും ആരും കാണാത്ത നിധി, അത് ഖദർ അലൈഹി സ്വലാം കണ്ട്. എന്നിട്ട് അതിന്റെ ആ നാട്ടുകാർ ഭക്ഷണം തരാത്ത നാട്ടുകാർ എടുക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പര് മതിൽ എന്നാക്കി വെച്ചിരിക്കും. ഇവർ പറഞ്ഞാൽ ഇയാൾ പറഞ്ഞ അനുസരിച്ചാ കട്ടന്റെ പുറങ്ങളെ കാണൂല, മതിലിനുള്ളിലുള്ള ഖദർ അലൈഹി സ്വലാം കണ്ടത്. അവിടെ നാട്ടിൽ തന്നെ ഇല്ലാത്ത രാജാവിനെയാ കണ്ടത്, രാജാവിന്റെ അക്രമമാ കണ്ടത്, മനസ്സിന്റെ ഉള്ളിലുള്ളതാ കണ്ടത്. ഈ ആയത്ത് നമ്മൾ ഔലിയാക്കൾക്കല്ല ഇത്തരത്തിലുള്ള പവർ കൊടുക്കൂന്നുള്ളൊരു, അമ്പിയാക്കൾക്കല്ല കൊടുക്കൂന്നുള്ളൊരു തെളിവ് ധരിക്കുക. അതിന് മൗലവി നേരെ ഉരുട്ടിയിട്ട് മൂപ്പര ചോദ്യം എന്താ അറിയോ? മൂസാ നബി കണ്ടിട്ടില്ലല്ലോ, അപ്പൊ നബി എന്നെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ വലിയ കാണൂല എന്ന് മനസ്സിലായില്ലേ? നേരെ തിരിച്ച്. എന്നാ ഈ മൗലവിനോട് ഞാൻ ചോദിക്കട്ടെ, മൗലവി കൈരക്കാണം അറിയാന്നല്ല വേറെ ചില സംഗതിയും കേട്ടോ. ബുദ്ധിപതി മൗലവിക്ക് തീരുണ്ടാവില്ല. എങ്ങനെ? നമ്മുടെ സ്കൂളിലെ ടീച്ചർ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കൂല, എത്ര ചോദിച്ചാലും പറഞ്ഞു കൊടുക്കൂലാരോ ചങ്ങാതി. പറഞ്ഞാരാ? ഹുസൈൻ സൽഫിയ. എന്താ പറഞ്ഞത്? സ്കൂളിലെ ടീച്ചർ കുട്ടിയൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കൂല. അതെന്താന്ന് ചോദിച്ചു, നിങ്ങൾ കാണുന്നില്ലേ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരുന്നിട്ട് ഉത്തരം കിട്ടാണ്ട് ഇങ്ങനെ കുടുങ്ങുമ്പോ ടീച്ചറോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് ശരി, ടീച്ചർ എന്നെ പരീക്ഷിക്കുകയാണ് കുട്ടികളെ. ആ പരീക്ഷന്റെ ഉത്തരം ചോദിച്ചാലും ഈ കുട്ടിയൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുക. അപ്പൊ മൂപ്പര് കണ്ടുപിടിക്കേണ്ടത് ടീച്ചർ പഠിപ്പിക്കാത്ത ടീച്ചറാണ്, കുട്ടികൾ ചോദിച്ചാൽ പറഞ്ഞോട് സംശയം ചോദിച്ചാൽ മറുപടി അറിയാത്ത ടീച്ചറാണ്. നല്ല കണ്ടുപിടുത്തല്ലേ?
ഇതുപോലെ സഹോദര മൂസാ നബി അലൈഹിസ്സലാമിന് ചില സംഗതികൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞേച്ച യാത്രയല്ലേ അത്. അപ്പൊ പിന്നെ മൂസാ നബി ഖിദ്ർ നബിയെ പോലെ തന്നെ കണ്ടാൽ മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കേണ്ട ഇൽമു പിന്നെ അറിയാൻ കഴിയോ? എന്തിനായിരുന്നു യാത്ര സംഘടിപ്പിച്ചിരുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിന് അതിലൂടെ ചില പാഠങ്ങൾ മനസ്സിലാക്കാനല്ലേ. പിന്നെ ഖിദ്ർ അലൈഹിസ്സലാം കാണുന്നൊക്കെ മൂസാ നബിയും കണ്ടാൽ പിന്നെ ഈ പാഠം പഠിക്കൽ കിട്ടുമോ? അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് അത് അറിയിച്ചു കൊടുക്കാതിരുന്നത് മൂസാ നബിക്ക് മറ്റൊരു വിവരം അറിയിക്കാനല്ലേ. ഇത് മനസ്സിലാക്കാൻ ഈ മൗലവിക്ക് കഴിഞ്ഞില്ല. ഇത് മൗലവി പറയാണ്, ഈ മൂസാ നബി കാണാത്തതൊരു വലിയ മുട്ടം പടിയാണ് ഖിയാമത്തിനെതിരെ. അത് വെച്ചു തരാം, മൗലവി പടിയാതും കാണിച്ചു തരാം. അപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ വന്നല്ലോ. ഒരു നബിയല്ലേ മറഞ്ഞ കാര്യം അറിയാതെ വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പോലും മുഴുവൻ പറയുന്നത് അതാ അവർക്കൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, അവരെന്താഗ്രഹിച്ചാലും അത് കാണുന്നല്ലോ, അവരെന്താഗ്രഹിച്ചാലും അത് കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കൺകൊണ്ട് കണ്ടതും അല്ലാത്തതുമൊക്കെ അവർക്ക് തുല്യമാണ്. ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ വരെ അവരറിയുള്ളവരാണ്. അങ്ങനെയല്ലേ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കക്ഷികളുടെ തലമണ്ടയിലേക്ക് വലിയ ഒരു മുട്ടൻ വടിയാണ് ഈ ആയത്ത്. മൂസ നബി അറിഞ്ഞോ? മൂസ നബിക്ക് എന്തേ ഖിദ്ർ അലൈഹിസ്സലാം അറിഞ്ഞ രഹസ്യങ്ങൾ അറിയാതെ പോയി? എന്തേ ആ ഗൈബ് മൂസ നബി അറിയാതെ പോയി? കേട്ടില്ലേ? മൂസ നബി എന്തേ അറിയാതെ പോയത്? മൂസാ നബി ഇസ്ലാമിന് പഠിച്ചോണ്ടെന്ന് പറഞ്ഞേച്ചത് ഖിദ്ർ അലൈഹിസ്സലാമിന് നിങ്ങൾക്കില്ലാത്ത വിവരമുണ്ട് എന്ന് പഠിപ്പിക്കാനാ പറഞ്ഞത്. അത് തെളിയിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നെ അള്ളാഹ് മൂസാ നബി കൂടി അതിനെ അങ്ങോട്ട് കൊടുത്താലേ പിന്നെ അള്ളാഹ് പറഞ്ഞേച്ച് വെറുതെ ആവൂലേ? അതുകൊണ്ട് മൂസാ നബിക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ലാന്നാ, അല്ലെ നബിമാർക്ക് അറിയില്ലാന്നാ? ഇത് ഏതാ രംഗം പഠിക്കണ്ടേ ഈ മൗലവി? എന്നിട്ട് പറയാം മുട്ടം പടിയാണ്. ആർക്കെതിരെ? ആർക്കെതിരെ മുട്ടം പടി? ഖിദ്ർ അലൈഹിസ്സലാം കണ്ടില്ലേ, കേട്ടില്ലേ, അറിഞ്ഞില്ലേ? പടി അപ്പറ മൗലവി പടിയായതാണ്. എന്നാൽ സഹോദരന്മാരെ, അതാ ആ മൂസാ നബി തന്നെ കലീമുല്ലാഹി മൂസാ നബി അല്ല എന്ന് പറഞ്ഞവരുണ്ട്. അത് ബുഖാരിയിൽ തന്നെയുണ്ട്. അത് പറഞ്ഞ ആള് അള്ളാഹിന്റെ വിലായത്തിൽ നിന്ന് പുറത്തല്ല എന്ന് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടന്നു പോകുന്നില്ല. എല്ലാവരും സലാത്തികളും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരെ പേരിൽ ഒരൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും റബ്ബിന്റെ പൊരുത്തത്തിൽ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. അല്ലാഹു നമുക്ക് ദീനിന്റെ ഖിദ്മത്തിന് തൗഫീഖ് നൽകട്ടെ.